മതപഠനത്തിന് കുട്ടികൾ വിമുഖത കാട്ടുന്നുവെന്ന് സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ. വൻതോതിൽ മദ്രസകളിൽ നിന്ന് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നുവെന്ന് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. കുട്ടികളിൽ ഏറിയ പങ്കും 5ാം ക്ലാസ്സിൽ മതപഠനം നിർത്തുന്നു. സ്കൂൾ പഠനത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് കൊഴിഞ്ഞുപോക്കിന് കാരണങ്ങളിലൊന്ന് എന്നും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ അഭിപ്രായപ്പെട്ടു. കണക്കുകൾ നിരത്തി മദ്രസ പഠനത്തിൽ പൊളിച്ചെഴുത്തൽ വേണമെന്നും സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിനിടെ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ അഭിപ്രായപ്പെട്ടു. ഓക്കെ, വാർത്തയുടെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അതായത് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊക്കെ രണ്ട് മദ്രസയിൽ പഠിച്ചിട്ടുള്ള വളരെ അപൂർവം വ്യക്തികളുള്ളതിൽ ഒരാളാണ് ഞാൻ. ഒരു പ്രത്യേകതരം ബ്രീഡാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആയിരുന്നു തുടക്കത്തിൽ, പിന്നീട് അത് മുജാഹിദിൻ്റെ മദ്രസ, അങ്ങനെ KNMൻ്റെ പുസ്തകമായിരുന്നു ഈ തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ പഠിച്ചിരുന്നത്. അവിടെ നിന്നാണ് പ്രധാനമായിട്ടും ഹദീസും ഖുർആനൊക്കെ ഞാൻ പഠിച്ചിരുന്നത്. അതുകൂടാതെ ഇപ്പുറത്ത് നമ്മുടെ നാട്ടിൻപുറത്തേക്ക് വരുമ്പോൾ ഞായറാഴ്ചകളിൽ ഒരു സ്പെഷ്യൽ ക്ലാസ് പോലെ ഒരു വീര പരിവേഷമായിരുന്നു എനിക്കൊക്കെ ഉണ്ടായിരുന്നു സുന്നി മദ്രസയിൽ. കാരണം നമ്മൾ ഇംഗ്ലീഷ് മീഡിയം മദ്രസയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ മദ്രസയിൽ നബിദിനത്തിനൊക്കെ ഇംഗ്ലീഷ് പ്രസംഗം ആരിഫ് ഹുസൈൻ എന്ന് പറയും. ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. 1ാം സമ്മാനവും 2ാം സമ്മാനവും ഒക്കെ എനിക്ക് തന്നെയായിരുന്നു. അങ്ങനെയായിരുന്നു ഒരു കുട്ടിക്കാലം, ഒരു ഓർമ്മ. നല്ലൊരു സമയമൊക്കെ ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയൊരു താരപരിവേഷമായിരുന്നു. കാരണം സ്കൂളിൽ നമുക്ക് മദ്രസയിൽ വളരെ നല്ല രീതിയിൽ പഠിപ്പിച്ചു തരും. അപ്പോൾ അത് ഞാൻ ഇവിടെ വന്ന് ഷൈൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് നമ്മൾ ക്ലാസ്സിൽ വന്നിട്ട് ഷൈൻ ചെയ്യുന്നൊരു അവസ്ഥയായിരുന്നു ഇപ്പുറത്തെ സുന്നി മദ്രസയിൽ. അങ്ങനെ വലിയ താരമായിട്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ അങ്ങനെ 2 മദ്രസ. ആ കാലഘട്ടത്തിൽ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇന്നത്തെ കാലഘട്ടവുമായിട്ട് നോക്കുമ്പോൾ അന്നൊക്കെ കൂടിപ്പോയാലൊരു 7ാം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്ന ആളുകൾ, മാക്സിമം ഒക്കെ പോയാൽ 7ാം ക്ലാസ് വരെയൊക്കെ ആയിരുന്നു. അതും ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ 5, 6 ഒക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കുമാണ് 7ാം ക്ലാസ് വരുന്നു, 10ാം ക്ലാസ് വരുന്നു, പിന്നെ 12ാം ക്ലാസ് വരുന്നു. ഇപ്പോൾ 12ാം ക്ലാസ് വരെ മദ്രസ ഉണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെ 12ാം ക്ലാസ് വരെയുള്ള മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു സാധനമാണ് നമ്മളെ മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്ന ഒരു സംഭവം. നമ്മൾ ഇന്നലെയൊക്കെ ഇവിടെ പ്ലേ ചെയ്തിരുന്നതാണ്. അത് ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാത്തവർക്ക് കാണാം. മതം വിട്ടവനെ ഉമ്മ വെക്കാൻ പഠിപ്പിക്കുന്ന മതം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അവിടെ പറഞ്ഞു വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ, ഈ ഒരു കഴിഞ്ഞൊരു 10-20 വർഷത്തിനുള്ളിലായിട്ട് കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, മദ്രസ വിദ്യാഭ്യാസം 1ാം ക്ലാസ് മുതൽ 5 വരെ ഉണ്ടായിരുന്നു. 5ാം ക്ലാസ്സിൽ പൊതുപരീക്ഷ, അത് കഴിഞ്ഞിട്ട് 7ാം ക്ലാസ്സിലൊരു പൊതുപരീക്ഷ, പിന്നെ 10ലൊരു പൊതുപരീക്ഷ, പിന്നെ 12ൽ പൊതുപരീക്ഷ, അങ്ങനെ കുറേ പരീക്ഷകളും അങ്ങനെ കുറേ സംഗതികൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ചെറിയ ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 12ാം ക്ലാസ് വരെ ആയി എന്നതാണ് പറയുന്നത്. ഒന്നത്. 2, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആ മദ്രസകൾ കുറേ കാലമായിട്ട് വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയിരുന്ന മദ്രസകളിൽ ഇപ്പോൾ കുട്ടികൾ 5ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ 7ാം ക്ലാസ്സിലേക്കൊക്കെ പൊതുപരീക്ഷയുടെ സമയമൊക്കെ ആകുമ്പോഴേക്കും, 7ാം ക്ലാസ്സിൽ പൊതുപരീക്ഷയാണെന്നാണ് എൻ്റെ ഓർമ്മ, എന്തായാലും ഉസ്താദ് പറയുന്നത് 7ൻ്റെ കണക്ക് വെച്ചിട്ടാണ്. ആ സമയമാകുമ്പോഴേക്കും 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്ന മദ്രസ വിദ്യാർത്ഥികളെ നേർപകുതിയായിട്ട് കുറയുന്നു. ഇതാണ് ഒന്നാമത്തെ ഒരു വാചകം അവിടെ നമ്മൾ കേട്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെ ഉസ്താദ് തന്നെ നമുക്ക് പറഞ്ഞു തരും. ബാക്കി നമുക്ക് കേൾക്കാം. എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തുമായി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 5ാം തരം പാസ്സായ കുട്ടികളുടെ എണ്ണം കൃത്യമായി കാണിക്കുന്നത് 39,29,199 ആണ്. ഓക്കെ, 5ാം ക്ലാസ്സിൽ അറൌണ്ട് ക്ലോസ് ടു 40 lakhs കുട്ടികളാണ് 5ാം ക്ലാസ്സിൽ ഉള്ളത്. ഓക്കെ, നോട്ട് ദ പോയിന്റ്. ഒരു 40 ലക്ഷം കുട്ടികൾക്ക് 5ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് മനസ്സിലാക്കാം മൊത്തത്തിൽ. അതേ സ്ഥാനത്ത് നമ്മുടെ 7ാം ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് ഉണ്ടായത്? 20,32,310. 40 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമായിട്ട് കുറയുന്നു 7ാം ക്ലാസ്സിലെത്തിയപ്പോൾ. നേർപകുതി. ബാക്കി കേട്ടോളൂ, വിട്ടുപോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ശ്രദ്ധ കൊടുത്ത് കേൾക്കണമെന്ന് പറയുന്നത്. 20 നേർപകുതി. 7ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടികൾ 20 ലക്ഷത്തിൽ കുറവാണ്, മറ്റേത് 40 ലക്ഷമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കൂ. 10ാം ക്ലാസ്സിൽ 5,01,298 കുട്ടികളെ ഉള്ളൂ. 10ാം ക്ലാസ്സിൽ 5 ലക്ഷം. അപ്പോൾ 40 ലക്ഷം എന്നുള്ളത് 5, 20 ലക്ഷം എന്നുള്ളത് 7, 10ാം ക്ലാസ് ആയപ്പോഴേക്കും 5, ബാക്കി. +2 നേടിയ കുട്ടികൾ 49,901 ഉള്ളൂ. 50,000 കുട്ടികൾ തികച്ച് 12ാം ക്ലാസ് ക്രോസ് ചെയ്യുന്നില്ല. ഇതാണ്
ഉസ്താദ് നമുക്ക് പറഞ്ഞു തരുന്നത്. ബാക്കി ഇദ്ദേഹത്തിന്റെ പായാരം കൂടി നമുക്ക് കേൾക്കാം. വൈകി തുടങ്ങിയതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് 7ാം ക്ലാസ്സും 5ാം ക്ലാസ്സും തമ്മിൽ പോലും ഈ ഒരു പകുതി വ്യത്യാസം ഉണ്ടാകാൻ പാടില്ലല്ലോ. എന്തുകൊണ്ട്? നമ്മൾ കൃത്യമായി കണക്ക് പഠിക്കണം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 15 വയസ്സ് 7ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഈ കുട്ടി ആകുന്നുള്ളൂ. ഖുർആൻ വരെ ശരിക്കും ഓതി പഠിക്കാൻ ഈ കുട്ടിക്ക് അപ്പോഴേ പറ്റുന്നുള്ളൂ. ഇതിനൊരു തിരുത്തൽ ചാർത്താൻ നമുക്ക് കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ മദ്രസ നടത്തുന്നതിന്റെ അർത്ഥം എന്താണ്? കേവലം ഒരു ആചാരത്തിന് വേണ്ടി മദ്രസ നടത്തിയത് കൊണ്ട് എന്ത് കിട്ടും നമുക്ക്? നോക്ക് നിങ്ങൾ. വിചാരിച്ചാൽ മാറ്റം വരുത്താൻ പറ്റും. എത്രയോ സ്കൂളുകൾ നമ്മൾ നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നില്ലേ? ഡ്രോപ്പ് ഔട്ട് നിർത്തണം ആദ്യം. അതാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത്. നമ്മൾ വിജയത്തിന്റെ മാത്രം കഥ പറഞ്ഞാൽ പോരാ, നമ്മുടെ കുറവുകളുടെ കഥ കൃത്യമായി പരിശോധിക്കണം. അതോടൊപ്പം കുട്ടി മദ്രസയിൽ ജയിച്ചാൽ പോരാ. 5ാം ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. 40 ലക്ഷം ഉള്ളത് 7ാം ക്ലാസ് ആയപ്പോഴേക്കും 20 ലക്ഷം ആകുന്നു. അത് പിന്നെ 10 ലക്ഷം ആകുന്നു, പിന്നെ 5 ആകുന്നു, അങ്ങനെ അവസാനം 50,000 മാറുന്നു. ഇതാണ് ഉസ്താദ് പറയുന്നത്. അപ്പോൾ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഇത് അവിടെ സംഭവിക്കുന്നു മദ്രസകളിൽ എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. അസന്നിഗ്ധമായിട്ട് ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാര്യമാണ്. സമസ്ത ഉസ്താദുമാരുടെ നിലവിളിയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി ഏതെങ്കിലും വിശ്വാസികൾക്ക് ഇത് നമ്മൾ നുണ പറയുന്നതാണെന്ന് ഉള്ള ഒരു ചിന്ത ഏഴയലത്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയേക്കുക. നിങ്ങൾ വെറുതെ കുരുപൊട്ടിയിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളണം. ഇങ്ങനെ ഇസ്ലാം വളരുന്നു, മദ്രസകൾ ഇങ്ങനെ പെരുകുന്നു, പള്ളികൾ ഇങ്ങനെ പണിത് കൂട്ടുന്നു എന്നൊന്നും പറഞ്ഞാൽ പോരാ. ഇതിൻ്റെ കുഴപ്പങ്ങൾ എവിടെയാണ് ഉണ്ടാകുന്നത്, എവിടെയാണ് കാലിൻ്റെ അടിയിൽ മണ്ണ് ഒലിച്ചു പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വാർത്തകളും അംഗീകരിച്ച് അതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാനും നിങ്ങൾ തയ്യാറാണ്. വെറുതെ ചാപ്പയടിച്ചിട്ടോ അമ്മ പെങ്ങൾ ഭോഗീന്ന് വിളിച്ചിട്ടോ സംഗീന്ന് ചാപ്പയടിച്ചിട്ടോ ഒന്നും നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ പറയണം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടമെന്ന് പറയുന്നത്, ഇവിടെ മദ്രസകളിൽ വിദ്യാർത്ഥികൾ ഗണ്യമായിട്ട് കുറയുന്നു. ചെറിയ കുറവൊന്നുമല്ല, വളരെ ഒരു എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡിക്രീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഹസാഡസ് ഡിക്രീസ് എന്നൊക്കെ പറയും, ഒരു ഡിസാസ്ട്രസ് ഒരു ഡിക്രീസ് എന്ന് നമുക്ക് പറയാം. ഒരു ദുരന്തം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. 40 ലക്ഷം ഉള്ളതിൽ നിന്നും വെറും 50,000 12ാം ക്ലാസ്സിലേക്ക് കുറയുന്നു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്, ഒരു 7ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴാണ് ഈ മദ്രസ വിദ്യാർത്ഥികൾക്ക് ഖുർആനൊക്കെ മര്യാദയ്ക്ക് ഓതി വായിക്കാൻ പഠിക്കാനൊക്കെ പറ്റുള്ളൂ. അതിന് മുന്നേ തന്നെ കൊഴിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ, പകുതിയിലധികം കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ അത്രയും ആളുകൾക്ക് ഖുർആൻ പോലും മര്യാദയ്ക്ക് ഓതാൻ അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് നമ്മളൊന്ന് നോട്ട് ചെയ്യണം. കാരണം അതാണ് നമുക്കിതിന് ശേഷം പറയാനുള്ള ഇതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഭാഗം. ഇനി ബാക്കി ഉസ്താദിൻ്റെ കുറച്ച് നമ്മളെ സാധാരണ വിശ്വാസികൾ പറയുന്ന കാര്യം, ഈ മതവിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ഗുണം എന്ന് പറയണമല്ലോ. ഇവരിങ്ങനെ വലിയ കരച്ചിലും നിലവിളിയൊക്കെ നമ്മൾ കാണുന്നു. കുട്ടികളില്ല, കുറയുന്നു, ഡ്രോപ്പ് ഔട്ട്. ഈ ഡ്രോപ്പ് ഔട്ട് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനിതിൻ്റെ അവസാനം ഇത് പിൻ ചെയ്യുന്നതാണ്. അവിടെ നമ്മൾ പറയുന്നൊരു വാർത്ത അന്നുണ്ടായിരുന്നു. അതായത് സമസ്തയുടെ കീഴിൽ മദ്രസകളിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ടുള്ള കുട്ടികളെ തിരിച്ചു പിടിച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് വീടുകൾ സന്ദർശിച്ചുകൊണ്ട് കുട്ടികൾ എന്തുകൊണ്ട് കൊഴിഞ്ഞു പോയി, ആരൊക്കെയാണ് കൊഴിഞ്ഞു പോയത് എന്നൊക്കെ അന്വേഷിച്ച് ഉസ്താദുമാർ വീടുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് കുട്ടികളെ പിടുത്തക്കാരെ പോലെ ചെല്ലുന്ന ഒരു കാഴ്ച, ഇത് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത് ഇതിൽ കിടപ്പുണ്ട്, ഞാനിവിടെ പിൻ ചെയ്യുന്നതാണ്. ഈ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ കാർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അത് ഞാൻ ഇതിന് ശേഷം വിടുന്നതാണ്. ഇതിപ്പോൾ ലൈവ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ അറിയാം, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല. മദ്രസകളിൽ നിന്ന് കുട്ടികൾ ഇറങ്ങിപ്പോകുന്നു. അത് കുട്ടികൾ തനിയെ പഠിത്തം വേണ്ടാന്ന് വെച്ച് ഇറങ്ങിപ്പോകുന്നതാണോ, അതോ മാതാപിതാക്കൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തതിൻ്റെ ഭാഗമാണോ ഇത് സംഭവിക്കുന്നത്? ഇതാണ് നമ്മൾ അറിയേണ്ടത്. കേൾക്കാം. സർട്ടിഫിക്കറ്റ്, 7ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടി മദ്യപാനികളുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. അവന്റെ ഈ സർട്ടിഫിക്കറ്റ് പരീക്ഷ എഴുതി പാസ്സാകാനുള്ള ഒരു കുതന്ത്രമല്ലല്ലോ. എങ്ങനെയെങ്കിലും കുറെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് കുട്ടി പാസ്സായാൽ പോരല്ലോ. അതെ, ഇനി ഇതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അതായത് ഉസ്താദ് പറയുന്നത്, നമ്മളെ പൂക്കോട്ടൂർ പറയുന്നത്, എന്തിനാ മദ്രസയിൽ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്? അങ്ങനെ 7ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, 12ലെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് 1ാം റാങ്ക് നേടി എന്നിങ്ങനെ ഫ്ലെക്സ് അടിച്ച് വെക്കാനോ, അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഏതെങ്കിലും സ്കോളർഷിപ്പ് നേടാനോ, അതിൻ്റെ പേരിൽ ഗ്രേസ് മാർക്ക് നേടിക്കൊണ്ട് ഏതെങ്കിലും മെഡിക്കൽ എൻട്രൻസിനോ, അതല്ലെങ്കിൽ മറ്റേ ബുറാക്കിൻ്റെ മുകളിൽ ഉള്ള ഫ്ലൈറ്റ് ട്രെയിനിങ്ങിനോ ഒക്കെ ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ മദ്രസയിൽ പഠിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹൂറികളെ കിട്ടാൻ. അത് ഏറ്റവും മികച്ച രീതിയിൽ ഹൂറികളെ കിട്ടാൻ.
അതിൻ്റെ ഡെക്കറേഷനൊന്നും ഇല്ലാതെ പറഞ്ഞ അതിന് തന്നെയാണ്. അതായത് കുറേ കാരണങ്ങൾ പറയും. ധാർമ്മികത ഉണ്ടാകണമെങ്കിൽ, മതം അറിയണമെന്നുണ്ടെങ്കിൽ, മര്യാദയ്ക്ക് നിസ്കരിക്കണമെങ്കിൽ, മര്യാദയ്ക്ക് ഖുർആൻ ഓതണമെങ്കിൽ, മതപരമായിട്ടുള്ള കർത്തവ്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം. ഇപ്പം നിസ്കരിക്കുമ്പോൾ നിങ്ങൾ പള്ളയിൽ കെട്ടണോ, നെഞ്ചത്ത് കെട്ടണോ, അതോ ഇനിയിപ്പോൾ കൈ കെട്ടാതെ നിൽക്കണോ, ഇതൊക്കെ നിങ്ങൾ മദ്രസയിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. അവിശ്വാസിയെ കാണുമ്പോൾ, കാഫിറിനെ കാണുമ്പോൾ എന്ത് ചെയ്യണം, അവനെ വെട്ടണോ കൊല്ലണോ, ഇതെല്ലാം പഠിപ്പിക്കുന്നത് മദ്രസയിൽ നിന്നാണ്. നിങ്ങളുടെ കൂട്ടുകാരാരായിരിക്കണം, അത് അമുസ്ലിമിനെ കൂട്ടുകാരനാക്കാൻ പാടുണ്ടോ, അതല്ല നിങ്ങൾ കൂട്ടുകാരനാക്കുമ്പോൾ അവൻ്റെ മതം ചകഞ്ഞ് അത് മുസ്ലിം ആണെങ്കിൽ മാത്രമേ കൂട്ടുകാരനാക്കാൻ പാടുള്ളൂ, ഇതെല്ലാം നിങ്ങൾക്ക് മദ്രസയിൽ നിന്നല്ലാതെ വേറെ എവിടുന്നും പഠിക്കാൻ കഴിയില്ല കൂട്ടുകാരെ. അത്രയ്ക്ക് മഹത്തരമായിട്ടുള്ള അധ്യാപനങ്ങളാണ് നമുക്ക് മദ്രസയിൽ നിന്ന് കിട്ടുന്നത്. എന്ന് വരുമ്പോഴാണ് ഈ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര മഹത്തരമാണ് മദ്രസ വിദ്യാഭ്യാസം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെ കൃത്യമായിട്ട് മദ്രസയിൽ പഠിച്ച ആളുകളാണ് വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് എയ്റോപ്ലെയിൻ ഇടിച്ചു കയറ്റുന്നത്. നമ്മളുടെ താലിബാൻ അവിടെ അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിപ്പിച്ചപ്പോൾ അൽഫഹം വെന്തില്ല എന്ന് പറഞ്ഞ് നടുറോട്ടിൽ അവിടെ സുജൂദ് ചെയ്ത ഒരു മലയാളിയെക്കുറിച്ച് നമ്മൾ കേട്ടു. ഒരു അസൽ മദ്രസ വിദ്യാർത്ഥിയായിരുന്നു. ഈ താലിബാൻ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? മദ്രസ സ്റ്റുഡൻറ്റ്, മദ്രസ പൊട്ടൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഈ മദ്രസ പൊട്ടൻ എന്ന് പറയുമ്പോൾ കുറേ ആളുകൾക്ക് വിഷമമുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. അത് ഞാൻ ഏതായാലും ആ സാധനം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചാണകസംഖ്യ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമില്ല, അന്തം കമ്മി എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമില്ല, അതല്ലെങ്കിൽ കൊങ്ങി എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമില്ല. അങ്ങനെ മറ്റുള്ള പ്രത്യയശാസ്ത്രങ്ങളുടെ അടിമകളെ നിങ്ങൾക്ക് ആ പേര് വെച്ച് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമവുമില്ല, കരച്ചിലുമില്ല, ഒന്നുമില്ല. പക്ഷേ ഈ ഇസ്ലാം എന്ന ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിമകളായിട്ട് അതിനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആളുകൾ നമ്മളെങ്ങാനും മദ്രസ പൊട്ടെന്ന് വിളിച്ചാൽ ആകെ പ്രശ്നമായി. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മദ്രസ പൊട്ടെന്ന് വിളിക്കുമ്പോൾ വിഷമം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ സമാനമായ വിഷമം ചാണകസംഖ്യ എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകണം, അന്തം കമ്മി എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകണം, കൊങ്ങി എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകണം. അതേപോലെ പല പേരുകൾ നിങ്ങൾ വിളിക്കാറുണ്ട്, അതിനൊക്കെ വിളിക്കുമ്പോൾ ഉണ്ടാവണം. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് കുഞ്ഞാടുകൾ എന്നുള്ള പേരാണ്. അത് നല്ലൊരു പേരായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആരായാലും ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചു പോകുന്നതിൻ്റെ ഒരു കാര്യം ചിലപ്പോൾ അതായിരിക്കും. തെറി വിളിക്കുമ്പോൾ പോലും നല്ലൊരു പേരാണ്, എന്താ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള ജീവിതത്തിൽ വളരെ ദുർഘടമായ ഘട്ടങ്ങളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ചില വിവരങ്ങൾ നമുക്ക് കിട്ടാൻ വളരെ നിർബന്ധപൂർവ്വം പഠിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ് മദ്രസ എന്നാണ് ഈ പറയുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ധാർമ്മികത പഠിക്കണമെങ്കിൽ മദ്രസയിൽ പഠിച്ചാലേ കിട്ടുകയുള്ളൂ എന്ന് വിശ്വസിക്കാൻ എന്ത് വകുപ്പാണ് ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിലുള്ളത്? ഞാൻ ഈ മദ്രസ അധ്യാപകൻ എന്നുള്ളത് പറയുമ്പോൾ ഇത് കേരളത്തിലെ മാത്രം വിഷയമാണെന്ന് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ ഇംഗ്ലീഷിൽ മദ്രസ ടീച്ചർ എന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. ഞാൻ എന്തായാലും അടുത്ത ഒരു ലൈവിൽ ഈ ഇൻ്റർനെറ്റ് ഗൂഗിൾ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഇസ്ലാമിൻ്റെ പൊള്ളത്തരങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ എവിടെ പോയി തപ്പും, എങ്ങനെയാണ് ഇത് എടുക്കുക എന്നൊക്കെ ഉള്ള കുറേ ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇങ്ങനെ റെഫറൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു സെഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിലിത് ഞാൻ കാണിച്ചു തരാം ഇൻ്റർനെറ്റ് വെച്ചുകൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ആ സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ എടുക്കുക, എന്നിട്ട് മദ്രസ അധ്യാപകൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്. അത് സെർച്ച് ചെയ്ത് എന്തായാലും കേരളത്തിലെ മദ്രസ അധ്യാപകരുടെ ധാർമ്മികത പഠിപ്പിക്കുന്നതിൻ്റെ വാർത്തകളാണ് കിട്ടുക, വെളിച്ചെണ്ണ ദുരുപയോഗം. അപ്പോൾ അത് തൽക്കാലം നമ്മൾ മാറ്റി വെച്ചിട്ട് മദ്രസ ടീച്ചർ എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യാം. അങ്ങനെ സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് കിട്ടുക എന്താണ്? ലോകത്ത് പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ. അത് ഇന്ത്യയെന്നോ പാകിസ്ഥാനെന്നോ ബംഗ്ലാദേശ് എന്നോ വ്യത്യാസമില്ലാതെ ലോകത്ത് പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ മദ്രസ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പെഡോഫീലിക് ആയിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ. അത് വിശ്വപ്രസിദ്ധമാണ്, കുപ്രസിദ്ധമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇനി കേരളത്തിലെ തന്നെ വിഷയം എടുത്തു കഴിഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത നമ്മളെപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒരു മാസത്തിൽ ഒരു 6-8 കേസുകൾ ഒരു മാസം റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ മദ്രസ പീഡനങ്ങൾ നടക്കുന്നു എന്ന് പറയുന്ന വാർത്ത മാത്രം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ ഈ ഉസ്താദുമാരുടെ കയ്യിൽ നിന്ന് എന്ത് ധാർമ്മികത പഠിക്കാൻ സാധിക്കും എന്നാണ് മാതാപിതാക്കൾ വിശ്വസിക്കേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞതാ. എൻ്റെ ചോദ്യം അബ്ദുസമദ് പൂക്കോട്ടൂരാണ്. നിങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾ ഈ പറയുന്ന മാതാപിതാക്കൾക്ക് ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങളത് കൊടുത്തേ പറ്റുള്ളൂ. പോട്ടെ, മദ്രസ അധ്യാപകരുടെ കാര്യം വിടുക. ഉസ്താദുമാർ, അതല്ലെങ്കിൽ ഇതുപോലെ തലക്കെട്ട് കെട്ടി നടക്കുന്ന മത പണ്ഡിതർ എന്ന് നിങ്ങൾ വിളിക്കുന്ന ആളുകൾ ചെയ്തു കൂട്ടുന്ന കാര്യം എന്താണ്? ഇപ്പോൾ
റമദാൻ മാസത്തിൽ നമ്മൾ ഏറെ കണ്ട ഒരു വാർത്തയാണ്. ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോകുന്ന ആളുകൾ തിരിച്ചു വരുന്ന വഴിക്ക് എയർപോർട്ടിൽ നിന്ന് നേരെ മലദ്വാർ ഗോൾഡുമായിട്ടാണ് തിരിഞ്ഞ് പറന്നിറങ്ങുന്നത്. പൊന്മുട്ട ഇടുന്ന ഉസ്താദുമാർ. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് നീതീകരിക്കാൻ കഴിയുക? ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിലുള്ള കൗമിനെ, ഈ മാതാപിതാക്കളെ നിങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുക? നിങ്ങൾ മദ്രസ വിദ്യാഭ്യാസം നേടിയതുകൊണ്ട്, മതം അധ്യാപനം നേടിയതുകൊണ്ട് നിങ്ങൾക്ക് കള്ളക്കടത്ത് നടത്താതിരിക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിപ്പിക്കാൻ കഴിയുക? ഇവിടെ ഓൾറെഡി ഫത്വകളുണ്ട്. അതായത് നിങ്ങൾ ഡീല് ചെയ്യുന്ന ഈ കള്ളക്കടത്തിലൂടെ നിങ്ങൾ കടത്തുന്ന ആ വസ്തു എന്ന് പറയുന്നത് അത് നിഷിദ്ധമല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കടത്താം. കാരണം എന്താണ്? അവിടെ അള്ളാഹു അത് അനുവദിക്കുന്നു. നാട്ടിലെ നിയമം ചിലപ്പോൾ അത് കള്ളക്കടത്തുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു വരും. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മാറ്റർ, യു നോ. അവിടെ നമുക്ക് അള്ളാഹുവിൻ്റെ നിയമമാണ് നമ്മൾ എടുക്കേണ്ടതുള്ളൂ എന്നാണ് ഫത്വ. ഇത് സംബന്ധിച്ചിട്ട് എന്തുകൊണ്ട് ഈ കള്ളക്കടത്ത് ഇസ്ലാമിൽ പെരുകുന്നു എന്നത് സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഫത്വ വെച്ച് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആളുകൾ ചോദിക്കുന്നുണ്ട്, അതായത് ഒരു സ്ഥലത്ത് ഇറച്ചി നിരോധനം, ബീഫ് നിരോധനമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ബീഫ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ അനധികൃതമായി മറ്റൊരു സ്ഥലത്ത് നിന്നും ഇറച്ചി ഇറക്കുമതി ചെയ്യുന്നു. അത് പാടുണ്ടോ ഇല്ലേ? ഫത്വ ചോദിക്കുകയാണ്, എന്താണ് ഉസ്താദെ അതിൻ്റെ മതവിധി എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ധൈര്യമായിട്ട് ഇറക്കാം. കാരണം എന്താ? ബീഫ് ആസ് ഇറ്റ് ഈസ് നോട്ട് ഒരു ഹറാമായിട്ടുള്ള സാധനമല്ല. ഇറ്റ് ഈസ് പെർമിസിബിൾ. സോ യു ക്യാൻ ഡീൽ ദാറ്റ് ഗുഡ് എന്നാണ് പറയുന്നത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള നിയമങ്ങൾ പഠിച്ച ഉസ്താദുമാർ പൊന്മുട്ട ഇട്ടില്ല എങ്കിലല്ലേ അത്ഭുതമുള്ളൂ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്നും ഇത്രയധികം കള്ളക്കടത്ത് വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങളെടുക്കുക, ഈ നമ്മളെ കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം നടക്കുന്ന കള്ളക്കടത്തിൻ്റെ ഏറ്റവും കൂടുതൽ നമ്പർ എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ റിപ്പോർട്ട് വന്നത്. അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ്. അതിൽ തന്നെ ആരാണ് ഏറ്റവും കൂടുതൽ നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളാണ്. ഒരു സംശയമില്ല. എന്തുകൊണ്ട് മുസ്ലിങ്ങൾ അത് ചെയ്യുന്നു? കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു നിഷിദ്ധമായ ഇടപാടായിട്ട് അവർക്ക് ഒരിക്കൽ പോലും പഠിപ്പിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ്. കാരണം സ്വർണം ഹലാലാണ്. അത് ഡീല് ചെയ്യുന്നതിൽ ഹറാമായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ട് കാണാവുന്ന ഒരു കാരണവും ഇല്ല. തടസ്സം നിൽക്കുന്നത് നാട്ടിലെ നിയമമാണ്. നാട്ടിലെ നിയമത്തിന് മുകളിലാണ് എപ്പോഴും മതത്തിൻ്റെ നിയമം നിൽക്കേണ്ടത്. നമ്മുടെ മുത്തലാഖ് പോലെ, അതല്ലെങ്കിൽ നമ്മളുടെ സ്വത്തവകാശത്തിൽ നാട്ടിൽ ഈക്വാലിറ്റി പറയും, മതത്തിൽ നമ്മൾ സ്ത്രീക്ക് പകുതി കൊടുത്താൽ മതി എന്ന് പറയും. അത് ചോദ്യം ചെയ്താൽ പറയും അത് നമ്മളെ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന പോലെ കള്ളക്കടത്ത് പാടില്ല എന്ന് മുസ്ലിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ചിലപ്പോൾ അതും നിലവിളിക്കും, ഇസ്ലാമോഫോബിയ. അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാരണങ്ങൾ നടക്കുന്നത് നമ്മളുടെ കൺമുന്നിലുള്ളപ്പോൾ കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക? ഈ 10ാം ക്ലാസ് 12ാം ക്ലാസ് വരെ മദ്രസ അതിൽ പഠിച്ചാൽ, അത് പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ നിങ്ങൾ ഫോളോ ചെയ്താൽ, അല്ലെങ്കിൽ അവർ പറയുന്ന മത അധ്യാപനങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ധാർമ്മികതയുള്ള ഒരു പൗരനായി മാറാം എന്നുള്ളതിന് എന്ത് ഗ്യാരണ്ടിയാണ് മദ്രസയിൽ നിന്ന് കൊടുക്കാൻ കഴിയുക? ഞാൻ പറയുന്നു, നല്ല ധാർമ്മിക മൂല്യമുള്ള ഒരു വ്യക്തി മദ്രസയിലേക്ക് ഇന്ന് ഞാൻ ചേർക്കുന്നതിന് മുന്നേ, എൻ്റെ കുട്ടി 4ാം വയസ്സിലാണ് നമ്മൾ ചേർക്കുന്നതെന്ന് വിചാരിക്കുക. അവൻ്റെ തൊട്ടടുത്തുള്ള കൂട്ടുകാരൻ, അവൻ അവിടെ നഴ്സറിയിൽ അംഗൻവാടിയിൽ പോകുന്ന സമയത്ത് അവൻ അവിടെ കൂട്ടുകാരനുണ്ടാവും. ആ കൂട്ടുകാരൻ ജോസഫോ അല്ലെങ്കിൽ നമ്മളുടെ വല്ല സുകുമാരനൊക്കെ ആയിരിക്കും അവൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ അവരായിട്ട് കമ്പനി കൂടി നടക്കുന്നു, അവരോട് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. കുട്ടികളാണ്, അവരവരുടെ കളികളിൽ ഏർപ്പെടുന്നു. അടുത്ത ദിവസം അവനെ മദ്രസയിൽ കൊണ്ടാക്കുന്നു. 2 വർഷം അവിടെ പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളിൽ പഠിപ്പിക്കുകയാണ്, നീ പഠിക്കേണ്ടത് ഇസ്ലാമാണ്, ഇസ്ലാമിൻ്റെ നിയമപ്രകാരം നീ അമുസ്ലിങ്ങളുമായിട്ട് കൂട്ടുകൂടരുത് എന്ന ധാർമ്മിക അധ്യാപനം മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ പിന്നെ ഈ ജോസഫിനെയും സുകുമാരനെയും കാണുമ്പോൾ ഈ മുസ്ലിമായിട്ടുള്ള കുട്ടി പിന്നെന്താ പറയുക, അന്നായിട്ട് നമ്മൾ കൂട്ടുകൂടൂല, അത് ഹറാമാണെന്നാണ് എന്നെ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിലെന്താണ് ധാർമ്മികത എന്ന് നമ്മൾ ചോദിക്കും. ഇതിലെവിടെയാണ് ധാർമ്മികത എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഈ മദ്രസ ഉസ്താദുമാർക്കുണ്ട്. അത് അവർക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് ഈ ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ ഇതെല്ലാം ചർച്ചാ വിഷയമായതിൻ്റെ ഭാഗമായിക്കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ചർച്ചകളായി നിൽക്കുന്നത് കൊണ്ട് ഉസ്താദുമാർ നിരന്തരം ഇതുപോലെ മത പണ്ഡിതർ എന്നുള്ള ഈ പൂക്കൂട്ടരടക്കമുള്ള ആളുകൾ വരുത്തി വെക്കുന്ന ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ കുറച്ച് നാൾ മുന്നേ നമ്മൾ കണ്ടു. മിശ്ര വിവാഹങ്ങൾ വർദ്ധിക്കുന്നു, നമുക്ക് മതം പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് മിശ്ര വിവാഹം, 2 മതത്തിലുള്ള വ്യക്തികൾ തമ്മിൽ സ്നേഹത്തിലാകുന്നത് പോലും വലിയ തെറ്റായിട്ട് കാണുന്നു. അവർ തമ്മിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റായിട്ട് കാണുന്നു. അത് പാടില്ല എന്ന് പറയുന്ന മതം.
ആ മതത്തിൻ്റെ സ്ഥാനം, അത് ഏത് കൊമ്പൻ മതമാണെങ്കിലും, ഏത് വലിയ മദ്രസ പൊട്ടന്മാരുടെ മതമാണെങ്കിലും ശരി, അതിൻ്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണ്, കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇതിങ്ങനെയൊക്കെ സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ തൽക്കാലം വേറെ വഴിയൊന്നുമില്ല, അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് മയത്തിൽ പറയേണ്ട കാര്യമല്ല. നമ്മളൊരു സിനിമയിൽ പറയുന്ന പോലെ ഏതാണ് നമ്മൾ ജോജി എന്ന് പറയുന്നൊരു സിനിമയിൽ പറയുന്നുണ്ട്, ഇങ്ങനെ പള്ളിമേടയിൽ താളത്തിൽ പറയുന്ന ഏത് വലിയ കൊലകൊമ്പൻ ഉസ്താദാണേലും ശരി പടച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ നമുക്ക് ഈ പറയാനുള്ള കാര്യങ്ങൾ പറയാതെ നിവൃത്തിയില്ല. മദ്രസയിൽ പഠിപ്പിക്കുന്നത് ജനാധിപത്യ വിരുദ്ധതയാണ്, മതേതരത്വ വിരുദ്ധതയാണ്, കോ എക്സിസ്റ്റൻസിന് വിരുദ്ധമായ കാര്യങ്ങളാണ്, മാനവികതയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് എന്ന് വരുമ്പോൾ അതിൽ എന്ത് നന്മ ഉണ്ട്, എന്ത് ധാർമ്മികത ആണ് മദ്രസയിൽ നിന്ന് കിട്ടുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല. എന്നിട്ട് പോരെ നമ്മൾ ഉസ്താദിൻ്റെ ഈ നിലവിളി? ആ കുട്ടിയിൽ ഈ മദ്രസ ക്ലാസ്സിൽ കൊടുത്ത ഉത്ബോധനം ആ കുട്ടിയുടെ കയ്യിൽ നിൽക്കണ്ടേ? അതില്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥമാണുള്ളത്? കേട്ടല്ലോ. ശ്രീ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ തന്നെ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, താങ്കൾ കണക്കുകൾ നിരത്തിയാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ട് കുട്ടികൾക്ക് മതപഠനത്തിനുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട കാര്യമാണ്. കാരണം എന്തുകൊണ്ട് കുറയുന്നു എന്നുള്ളതിന് നമുക്കൊരു കാരണമുണ്ട്. ഇദ്ദേഹം എന്താ പറയണെന്ന് ആദ്യം നമുക്ക് കേൾക്കാം. കുട്ടികൾക്ക് മതപഠനത്തിൽ താല്പര്യം കുറയുന്നു എന്നതിനേക്കാൾ രക്ഷിതാക്കൾക്ക് കുട്ടികളെ മതപരമായി പഠിപ്പിക്കാനുള്ള താല്പര്യം കുറയുന്നു എന്നതാണ് പ്രധാന കാരണം. കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ വീട്ടിൽ നിന്ന് നിർദ്ദേശിക്കുന്ന വിധം പഠിക്കാനും മുന്നോട്ട് പോകാനും അവർ തൽപരരാണെങ്കിലും നമ്മുടെ ഇന്നത്തെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേവലം ഒരു ജോലി ലക്ഷ്യമാക്കിയുള്ള പഠനം മാത്രമാണ് പ്രധാനം. ഭൗതിക വിദ്യാഭ്യാസമാണെങ്കിലും ധാർമ്മികതയോ മൂല്യബോധമോ നൽകുന്നതിന് പകരം ഒരു കോഴ്സ് പാസ്സായി കുട്ടി ഒരു ഏണിംഗ് മെമ്പറായി മാറുക എന്നതാണ് ഓരോ രക്ഷിതാക്കളും ഇന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇദ്ദേഹത്തോടുള്ള ചോദ്യമാണ്. എന്തുകൊണ്ട് കുട്ടികൾ കുറയുന്നു? കുട്ടികൾക്ക് മതവിദ്യാഭ്യാസത്തോടുള്ള താല്പര്യം കുറയുന്നതിൻ്റെ ഭാഗമാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു ഉത്തരം പറയുന്നുണ്ട്. ഒരു കൃത്യമായ ഉത്തരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഓറിയൻ്റ് ചെയ്തത് കൃത്യമായ ഡിറക്ഷനിലേക്കാണ്. പക്ഷേ അതിന് അദ്ദേഹം കണ്ടെത്തിയ കാരണം അത് വികലമായ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് ഇദ്ദേഹം പറഞ്ഞത് കുട്ടികളുടെ താല്പര്യം കുറയുന്നു എന്നതിനേക്കാൾ ഉപരി മാതാപിതാക്കളുടെ താല്പര്യമാണ് ഇവിടെ വ്യത്യാസപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ആ കുട്ടി എത്രയും പെട്ടെന്ന് പഠിച്ച് വലുതായി നല്ല ജോലി കരസ്ഥമാക്കി തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുന്ന തലത്തിലേക്ക് അവൻ വളർന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പാകത്തിനുള്ള ഒരു സ്വയം പര്യാപ്തത നേടിയ ഒരു പൗരനായി മാറുന്നത് ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നമാണ്. ആ സ്വപ്നത്തെയാണ് ഇദ്ദേഹം ഇവിടെ കൊച്ചാക്കി കാണുന്നത്. അതിന് എന്താ പറയുന്നത്? ഒരു ഏണിംഗ് മെമ്പറാക്കി മാറ്റുന്നു, അതാണ് അവരുടെ പ്രധാന ലക്ഷ്യം എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ സ്വയം പര്യാപ്തത നേടി ഏണിംഗ് മെമ്പർ ആവുന്നതല്ലാതെ പിന്നെ എന്ത് വേണമെന്നാണ് നമ്മളുടെ പൂക്കോട്ടൂർ പറയുന്നത്? ഇതേപോലെ തലേക്കെട്ടും കെട്ടി നാട്ടുകാരുടെ വീട്ടിൽ കയറി ഈ അന്തിക്കും പാതിരാത്രിക്കും കയറി പോത്ത് ബിരിയാണി മൂക്കുമുട്ടെത്തുനിന്ന് നടക്കുന്ന പണിയാണോ നിങ്ങൾ പറയുന്ന ഏറ്റവും മഹത്തരമായ കാര്യം? അതല്ല. അത് ആ കാലം കഴിഞ്ഞു എൻ്റെ പൊന്നു പൂക്കോട്ടൂരെ. ഇത് ഒരു കാര്യമായ എന്തോ സംഭവമാണ്. ഇതുപോലെ സ്വയം പര്യാപ്തത നേടുന്നത്, സ്വന്തം കാലിൽ നിൽക്കുന്നതിന് വേണ്ടി മറ്റുള്ള ആളുകളെ ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങൾ സ്വയം പഠിച്ച് മുന്നേറുന്നതിന് വേണ്ടി ഒരു മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ അതിന് പ്രേരിപ്പിക്കുന്നത് ഒരു വലിയ തെറ്റായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് കുഴപ്പം, മാതാപിതാക്കൾക്കല്ല. അതാണ് നമുക്ക് വേണ്ടത്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ആളുകൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ മതം ഇല്ലാതെയാകുമോ എന്നെല്ലാവരും ചോദിക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട് മതം ഇല്ലാതെയാകില്ല, പക്ഷേ മതം ഇറലവൻ്റ് ആകും എന്നാണ് നമ്മൾ പറയാം. ഇപ്പം നമ്മൾ സാധാരണ പറയുന്നൊരു ഉദാഹരണമാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് നോക്കൂ. അവിടെ ആളുകൾക്ക് മതമില്ല, എല്ലാവരും നിരീശ്വരവാദികളാണ് എന്നൊക്കെയാണ് പറയുന്നത്. അവരെ പുരോഗമിച്ച സമൂഹമാണെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്, വിശ്വാസികൾ തെറ്റിദ്ധരിക്കുന്നത് അവർ മതം ഉപേക്ഷിച്ചപ്പോൾ അവർ പുരോഗമിച്ചു എന്നതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് വലിയ യമണ്ടൻ വാദങ്ങളൊക്കെ ആയിട്ട് വരിക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ റേപ്പ് കൂടുതലല്ലേ, അത് കൂടുതലല്ലേ, ഇത് കൂടുതലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണക്കുകളായിട്ട് വരും. റേപ്പിൻ്റെ കണക്കുമായിട്ട് ഞാൻ വേറെ ഒന്ന് വരുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള കണക്കുകൾ വേറെ കുറച്ച് കിട്ടിയിട്ടുണ്ട്, വരാം. അപ്പോൾ നമ്മൾ പറയാറുണ്ട് അവരുടെ അടുത്ത് മതം ഉപേക്ഷിച്ചത് കൊണ്ട് അവർ പുരോഗമിച്ചു എന്നല്ല ഈ പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താണ്? സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യൽ വെൽഫെയർ ഉറപ്പാക്കിയാൽ ആളുകൾക്ക് അവരുടെ
ദൈനംദിന ജീവിതം അതവിടെ സുരക്ഷിതമായാൽ അവരുടെ ഒരു ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള അവരുടെ ആ ആങ്സൈറ്റീസ്, അതുപോലെ ഒരു അൺസർട്ടൈനിറ്റീസ്, ഇതെല്ലാം അവിടെ കുറയുന്ന മുറയ്ക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ദൈവ ചിന്ത കുറയും എന്നത് തന്നെയാണ്. കാരണം ദ ഫുഡ് ഫോർ റിലീജിയൻ ഈസ് ഇൻസെക്യൂരിറ്റീസ് എന്ന് നമ്മൾ പറയാം. ഇതാരാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഞാനാണ് പറഞ്ഞതെന്ന് വേണമെങ്കിൽ നിങ്ങൾ കൂട്ടിക്കോ, കോട്ടൊക്കെ ആക്കി വേണമെങ്കിൽ എവിടെയെങ്കിലൊക്കെ എഴുതി വെച്ചോളൂ. അതായത് മനുഷ്യൻ്റെ ഇൻസെക്യൂരിറ്റീസാണ് ഈ തരത്തിലുള്ള ദൈവിക ചിന്തയിലേക്കും, അത് കച്ചവടം വൽക്കരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ മതം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസെക്യൂരിറ്റീസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ അൺസർട്ടൈനിറ്റീസ് അവിടെ സോൾവ് ആവുന്നു, സോഷ്യൽ സെക്യൂരിറ്റി അവിടെ ഉറപ്പാക്കുന്ന ഒരു ഘട്ടം വന്നാൽ സ്വാഭാവികമായിട്ട് ദൈവചിന്ത കുറയും. സ്വാഭാവികമായിട്ട് അതുപോലെയുള്ള മറ്റ് മതം അതിനകത്ത് അടിപ്പെട്ടു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ കുറയും. ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഇപ്പം എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാനൊക്കെ കുട്ടിക്കാലത്ത് പ്രാർത്ഥിച്ചിരുന്ന കാര്യങ്ങൾ. കാരണം നമ്മളൊക്കെ വലിയ ഒരു മീഡിയം ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാവുമ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയുണ്ട്, അള്ളാഹുവെ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും നല്ല ആരോഗ്യം കൊടുക്കണേ, അവരുടെ നല്ല ശമ്പളം കൊടുക്കണേ, അവർക്ക് എപ്പോഴെപ്പോഴും നല്ല പ്രൊമോഷൻ കൊടുക്കണേ, ഞങ്ങൾക്ക് കുറേ കാശ് ഉണ്ടാക്കി തരണേ, ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ. ഇതായിരുന്നു ഒരു കാലത്ത് നമ്മളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പിന്നെ കാണുന്നത് എന്താണ്? ഈ പ്രാർത്ഥന ഇല്ലാതെ തന്നെ അവരുടെ ശമ്പളം കാലക്രമേണ കൂടുന്നു, അതുവഴി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കുന്നൊരു അവസ്ഥ വരുന്നു, പല രീതിയിൽ ഉന്നമനം സംഭവിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു ഇൻസെക്യൂരിറ്റി നമുക്ക് അപ്രത്യക്ഷമാകുന്ന ഒരു ഘട്ടം വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രാർത്ഥനയാണ് അവിടെ അപ്രത്യക്ഷമാകുന്നത്. അതേസമയം ആ ഒരു സെക്യൂരിറ്റി നമുക്കന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇന്നും ആ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ആ പ്രാർത്ഥന അപ്രത്യക്ഷമായത്? എനിക്കതിൻ്റെ ആവശ്യമില്ലാതെ വന്നു, എനിക്ക് സംഗതികൾ അവിടെ നടന്നു, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പിന്നീട് പലപ്പോഴും ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുകയാണ്, ഇവിടെ ദൈവത്തിന് എന്താ റോള് എന്നൊരു ചിന്ത അവിടെ വരും. എനിക്ക് പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മുടെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ് എനിക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത്. എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരിക്കൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ആരിഫ് നിന്നുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ വലിയ ജോലിയിലും വലിയ സ്ഥാനത്തൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ഒരുമിച്ചുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ അദ്ദേഹം മതപരമായിട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോയിരുന്നതാണ്. കാലക്രമേണ അദ്ദേഹത്തിന് തോന്നുകയാണ്, ഇത് എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടല്ലേ എനിക്ക് ഈ കാര്യങ്ങൾ കിട്ടുന്നത്, ഇതിൽ ദൈവത്തിന് എന്താണ് പങ്ക് എന്ന ചിന്ത ബലപ്പെടുന്നു. അങ്ങനെ ആൾക്ക് ദൈവചിന്തയിൽ നിന്നും അകലാൻ ഉള്ളൊരു സാധ്യത തെളിയുന്നത്, പക്ഷേ അത് വലിയ തോതിലൊരു ഡിപ്രഷന് വഴിവെക്കുന്നു. അപ്പോൾ പല ആളുകളുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഞാനും ഒക്കെ ആയിട്ട് സംസാരിച്ചു. എന്തായാലും കുറേ സംസാരിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണ എത്തിയപ്പോൾ ഇന്നിപ്പോൾ ഒരു ഫുൾ ടൈം എക്സ് മുസ്ലിം ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇതുപോലുള്ള ഉന്നമനങ്ങൾ, മാറ്റങ്ങൾ, അഭിവൃദ്ധികൾ, അത് ദൈവത്തിന് എന്താ പങ്ക് എന്ന് നമ്മൾ തിരിച്ചന്വേഷിക്കുമ്പോൾ, ഇത് തന്നെയാണ് നമ്മൾ കപടശാസ്ത്രത്തിൻ്റെ കാര്യത്തിലും പറയാറുള്ളത്. നിങ്ങൾക്ക് ഒരു ഹോമിയോ മരുന്ന്, ആയുർവേദമൊക്കെ കഴിക്കുമ്പോൾ ഒരു ഗുണം കിട്ടി എന്ന് വിശ്വസിക്കുന്നതും, നിങ്ങൾക്ക് കിട്ടിയ ആ കുറവിൽ മരുന്നിന് എന്താണ് പങ്ക് എന്ന് തിരിച്ചന്വേഷിക്കുന്നിടത്ത് തീരും ഈ പങ്കിനെക്കുറിച്ചുള്ള അതിൻ്റെ യാഥാർത്ഥ്യം. കാരണം അത് തിരിച്ച് അന്വേഷിക്കാനുള്ള വഴികളുണ്ട്. RCTs എന്നൊക്കെ പറയുന്ന ഗോൾഡൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് വെച്ച് നമ്മൾ അളന്ന് മുറിച്ച് നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇത് ഹോമിയോ മരുന്നിന് വലിയ പങ്കൊന്നുമില്ല എന്ന് മനസ്സിലാവുന്നിടത്താണ് ഹോമിയോ മരുന്നെടുത്ത് നമ്മൾ പള്ളേക്കളയുന്നത്. എന്ന് പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയ എൻ്റെ ഈ അഭിവൃദ്ധിയിൽ, എനിക്കുണ്ടായ ഈ സോഷ്യൽ സെക്യൂരിറ്റിയിൽ എവിടെയാണ്, എൻ്റെ ഈ സ്വയം പര്യാപ്തതയിൽ എവിടെയാണ് ഈ മദ്രസ അധ്യാപനത്തിന്, മദ്രസയിലൂടെ കിട്ടിയ മതത്തിന് എന്ത് പങ്കാണുള്ളത്, ആ ദൈവചിന്തയ്ക്ക് എന്താണ് പങ്കുള്ളത് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു പങ്കും കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പഠിച്ചതെല്ലാ സാധനങ്ങളും കൂടി അവിടെ വെളിയിൽ കളയും. അപ്പോൾ ഇവിടെ ഇദ്ദേഹം സൂചിപ്പിക്കുന്ന ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളാണ്, മതം പഠിച്ച വ്യക്തികളാണ്. ആ വ്യക്തികൾ, അവർക്ക് തിരിച്ചറിവുണ്ടാവും. എന്താണ് ആ അറിവ്? മതമല്ല വലുത്, മത അധ്യാപനം അല്ല, അത് അത്യാവശ്യം നിസ്കരിക്കാനും ഓതാനും അതുപോലെ തല കുമ്പിടാനും പിന്നെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കള്ളപ്പട്ടിണി കിടക്കാനൊക്കെ പഠിച്ചാൽ മതി, അതിലപ്പുറം മതത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു മാതാപിതാവ് അവരുടെ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ടത് ജോലിയാണ്. ഞാൻ ഇന്ന് എത്തി നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ എത്താൻ കാരണം എൻ്റെ മതമല്ല, എൻ്റെ വിദ്യാഭ്യാസവും എനിക്ക് എൻ്റെ പാരൻസ് തന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഞാൻ നേടിയ ജോലിയും അതുവഴി ഉണ്ടായിട്ടുള്ള അഭിവൃദ്ധിയുമാണ് എന്നെ ഇന്ന് ഇവിടെ എത്തിച്ചത് എന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്കും വേണ്ടത് അത് തന്നെയാണെന്ന് തിരിച്ചറിയാൻ ഒരു വലിയ ഉസ്താദിൻ്റെ ഉപദേശത്തിൻ്റെ ആവശ്യമൊന്നുമില്ല.
കാര്യമൊന്നുമില്ല. ഒരു തീട്ടൂരത്തിനും വഴങ്ങുന്നതല്ല അത്. കാരണം അത് ഓരോ മാതാപിതാവിൻ്റെയും സ്വയം അനുഭവം കൂടിയാണ് അവർ അനുഭവിച്ചിട്ടുള്ളത്. അത് വെച്ചുകൊണ്ട് അവരൊരു തീരുമാനമെടുക്കും. ആ തീരുമാനം എന്ന് പറയുന്നത് തൻ്റെ കുട്ടികൾക്ക് അത്യാവശ്യത്തിന് 5ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചാൽ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് വെറുതെ ഇതിൽ സമയം കളയേണ്ട കാര്യമൊന്നുമില്ല എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു അത്ഭുതവുമില്ല. കാരണം ആധുനിക ലോകത്ത് നമുക്ക് വേണ്ടത് ഭൗതിക വിദ്യാഭ്യാസവും അത് വെച്ചുകൊണ്ടുള്ള ഉന്നമനവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ളൊരു തീരുമാനം എടുക്കുന്നത്. സ്വയം പര്യാപ്തത, സ്വന്തം കാലിൽ നിൽക്കുന്ന തരത്തിൽ ഒരു ഏണിംഗ് മെമ്പറായിട്ട് മാറുക എന്ന് പറയുന്നതിന് ഒരു കുറച്ചിലും കാണേണ്ട കാര്യമില്ല. അതൊരു കുറച്ചിലായിട്ടോ അതല്ലെങ്കിൽ അതിലെന്തൊരു കുഴപ്പമുള്ള സൂചന നൽകുന്ന രീതിയിൽ ഈ പറഞ്ഞു വെക്കുന്നത് അസംബന്ധമാണ് എന്ന് മാത്രമല്ല അതൊരു നിലവിളി ശബ്ദമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഉസ്താദിൻ്റെ നിലവിളി തൽക്കാലം കയ്യിൽ വെച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി അതുകൊണ്ട് തന്നെ കുട്ടിയെ കൊണ്ട് പണസമ്പാദനത്തിന്റെ മേഖല വെട്ടിത്തുറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ കുട്ടിയെ ഭൗതിക വിദ്യാലയത്തിൽ കൂടുതൽ മാർക്ക് നേടി പഠിപ്പിച്ച് ഉയർന്ന മേഖലയിലേക്ക് വിടുക എന്നതല്ലാതെ ധാർമ്മിക മൂല്യം ഈ കുട്ടിയിൽ വളർത്തണമെന്ന താല്പര്യം രക്ഷിതാക്കൾക്ക് കുറഞ്ഞു വന്നിരിക്കുന്നു. ഇതിന്റെ ഒരു പ്രത്യാഘാതമായി കുട്ടികൾ പലപ്പോഴും മയക്കുമരുന്നിന് അടിമകളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുമ്പോൾ അവർ ഖേദിക്കുകയും അതിന്റെ പേരിൽ പിന്നീട് അവർ ഖേദിച്ച് വളരെ പ്രയാസപ്പെട്ട് ആത്മഹത്യ പോലും രക്ഷിതാക്കൾ ചെയ്യുന്ന ഓക്കെ. അപ്പോൾ മയക്കുമരുന്ന്, ക്രിമിനൽ പ്രവർത്തനം, ആത്മഹത്യ, ഈ 3 സാധനമാണ് ഇവിടെ പറഞ്ഞത്. ഇന്നത്തെ പത്രം നിങ്ങൾ എടുക്കുക. ആരെങ്കിലുമൊക്കെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്ന് സഹായിച്ചാൽ നന്നായിരിക്കും. ഇന്നത്തെ പത്രം നിങ്ങളെടുത്തിട്ട് ഇന്ന് പിടിച്ച അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ പത്രങ്ങൾ മുഴുവൻ നിങ്ങളെടുത്തിട്ട് അതിനകത്ത് പിടിച്ച ആളുകളിൽ എത്ര പേര് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് ഒന്ന് എണ്ണിയെടുക്കണം. ഓക്കെ. അതുകൂടാതെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ, കള്ളക്കടത്ത് ഒരു പ്രധാനപ്പെട്ട ക്രിമിനൽ പ്രവർത്തനമാണ്. മുസ്ലിങ്ങൾ അതങ്ങനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അത് ക്രിമിനൽ പ്രവർത്തനം തന്നെയാണ്. അതുപോലെ പലതരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ നിങ്ങളെടുക്കുക, അതിനകത്ത് മുസ്ലിങ്ങളുടെ പേര് നിങ്ങളുണ്ട്. പിന്നെ ആത്മഹത്യ. ഞാൻ ഇന്നലെ മിനിയാന്നും കൂടി ഒരു വാർത്ത ഇവിടെ വായിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ അവിടെ ജീവിക്കുന്ന പെൺകുട്ടികൾ ഇപ്പോൾ ശരിയാവും, നാളെ ശരിയാവും, എനിക്ക് മറ്റന്നാൾ സ്കൂളിൽ പോകാൻ സാധിക്കുമായിരിക്കുമെന്നൊക്കെ ചിന്തിച്ച് അവരുടെ ആ സ്വപ്നം പൂർണ്ണമായിട്ടും പിഴുതെടുത്ത് കളയുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അതിൽ ആശ നശിച്ചിട്ട് അവിടുത്തെ പെൺകുട്ടികൾ ആസിഡെടുത്ത് കുടിച്ചും അതുപോലെ മറ്റു പല കാര്യങ്ങൾ ചെയ്തും ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്ത. അതാരാ അവിടെ ഉത്തരവാദി? മതം, ഇസ്ലാം മതമാണ് അതിൻ്റെ ഉത്തരവാദി. താലിബാൻ മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാമിക ഭരണകൂടമാണ്. ഞാൻ പണ്ട് വെച്ചിട്ടുള്ള വെല്ലുവിളിയാണ്, താലിബാൻ ചെയ്യുന്നതിൽ അനിസ്ലാമികമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ കാണിച്ചെന്നാൽ നമ്മൾ ഈ പണി നിർത്തും. ഇതുവരെ ഒരാൾ മുന്നോട്ട് വന്നിട്ടില്ല. നിങ്ങൾ പറഞ്ഞു എന്താ മയക്കുമരുന്ന് കച്ചവടം അവർ ചെയ്യുന്നുണ്ട്, അത് ഭയങ്കര അനിസ്ലാമികമാണെന്ന്. നിങ്ങൾ ചോദിക്കൂ എന്തുകൊണ്ടാണ് താലിബാൻ ഈ മയക്കുമരുന്ന് ചെയ്യുന്നത്? താലിബാൻ എന്താ പറയുന്നത്? ഞങ്ങൾ മയക്കുമരുന്ന് ഉണ്ടാക്കുന്നില്ലല്ലോ, ഞങ്ങളൊരു പൂ ഉണ്ടാക്കുന്നു, ഒരു കൃഷി ചെയ്യുന്നു, അത് ആർക്കൊക്കെയോ ഞങ്ങൾ വിൽക്കുന്നു, അവരതിൽ നിന്ന് മറ്റേ മയക്കുമരുന്ന് ഉണ്ടാക്കുന്നതിൽ ഞങ്ങളെന്ത് പഴച്ചെന്നാണ് അവർ ചോദിക്കുന്നത്. അവരവിടെ മയക്കുമരുന്നല്ല ഉണ്ടാക്കുന്നത്, അവരവിടെ ഈ കഞ്ചാവ് ചെടിയാണ് കൃഷി ചെയ്യുന്നത്, അത് അവർ അരിഞ്ഞെടുത്ത് കൊടുക്കുന്നു. അതുപോലെ പോപ്പി സീഡ്, ഇതാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതവിടെ വിൽക്കുന്നു, ആളുകൾ അതിൽ നിന്ന് പലതും ഉണ്ടാക്കുന്നു, അത് ഞങ്ങളെ കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നും. കാരണം ഇപ്പോൾ ലഹരി, കള്ള് ഇസ്ലാമിൽ ഹറാമാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. പോട്ടെ, അങ്ങനെ വലിയ ഹറാമാണെന്നൊന്നും നമുക്ക് കാണാം. നിങ്ങൾ കള്ള് കുടിച്ചുകൊണ്ട് നിസ്കരിക്കരുതെന്നേ പറയുന്നുള്ളൂ. അല്ലാത്തപ്പോൾ നിസ്കരിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് കള്ള് കുടിക്കാമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ അയ്യൂബ് മൗലവിയുടെ നല്ലൊരു പ്രസംഗം കിടപ്പുണ്ട്, സൗകര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ കേൾക്കാം. പോട്ടെ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, ഇന്ന് ഇവിടെ ഏത് സാധനത്തിൽ നിന്നാണ് നമുക്ക് കള്ള് ഇല്ലാതെ ഒരു സാധനം നമുക്ക് എടുക്കാൻ കഴിയുക? നിങ്ങൾ മണ്ണ് വാരി തിന്നേണ്ടി വരുന്നതാണ് എനിക്ക് പറയുന്നത്. നിങ്ങൾ അരി എടുത്തോളൂ, ബാർലി എടുത്തോളൂ, ഗോതമ്പ് എടുത്തോളൂ, ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കള്ളുണ്ടാക്കാം. നല്ല ഇതെല്ലാം ഇട്ട് മറ്റേ വിസ്കിയും അതും ഇതൊക്കെ ഉണ്ടാവുന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. പോട്ടെ. ഇനി പഴങ്ങൾ, നിങ്ങൾ വെറുതെ പഴം കഴിച്ചാൽ അതിനകത്ത് പോലും ആൽക്കഹോൾ ഉണ്ട്, ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ. നമ്മൾ മുഹമ്മദ് നബിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നബീദ്, അതിൽ കള്ളാണുള്ളത്, പക്ഷേ അതിൻ്റെ കോൺസെൻട്രേഷൻ ചെറുതാണെന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് അതിനകത്ത് ഹലാലും ഹറാമും നിശ്ചയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുള്ളത് ഡോസ് മേക്സ് ദ പോയിസൺ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതൊന്നും മാറ്റിയിട്ട് ഡോസ് മേക്സ് ദ ഹറാം എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ നിങ്ങൾ മുന്തിരി നിങ്ങൾ കഴിക്കുന്നു, മുന്തിരി ചാറ് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്തും ഒരു ചെറിയ ക്വാണ്ടിറ്റി ആൽക്കഹോൾ ഉണ്ട്. പക്ഷേ
മോഡേൺ സയൻസ് വെച്ച് നമ്മൾ പറയും ദാറ്റ് ആൽക്കഹോൾ ഈസ് സോ ലോ ഇൻ ക്വാണ്ടിറ്റി ഓർ ഇൻ കോൺസെൻട്രേഷൻ സോ ദാറ്റ് യു ആർ നോട്ട് ഗെറ്റിംഗ് ഇൻടോക്സിക്കേറ്റഡ്. അതിനകത്തുള്ള ആൽക്കഹോളിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ ചെറുതായതുകൊണ്ട് നിങ്ങൾ ഒരു ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ മുന്തിരിച്ചാറ് കുടിച്ചാൽ നിങ്ങൾക്ക് ഇൻടോക്സിക്കേഷൻ ഉണ്ടാവില്ല. അതേസമയം നിങ്ങളതവിടെ എടുത്തു വെക്കുക, ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ 2-3 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളെടുത്ത് കുടിക്കുമ്പോൾ അതിനകത്തുള്ള എമൗണ്ട് പിന്നെയും കൂടും. വീണ്ടും നിങ്ങളതൊരു 2 മാസം മണ്ണിനടിയിൽ കുഴിച്ചിട്ടിട്ടാണ് നിങ്ങൾ കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈൻ കിട്ടുമ്പോൾ അതിനകത്ത് ഓൾമോസ്റ്റ് 12% ആണ് അതിൽ ആൽക്കഹോൾ കോണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും കൂടുതലായിരിക്കും ഇൻടോക്സിക്കേഷൻ. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഒന്നാമത്തെ ദിവസം ഒരു വളരെ നെഗ്ലിജിബിൾ എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ഉള്ളതുകൊണ്ട് ഇൻടോക്സിക്കേഷൻ ഇല്ല. 2 മാസം കഴിഞ്ഞ് കുടിച്ചപ്പോൾ അതിനകത്ത് 12% ആൽക്കഹോൾ ഉള്ളതുകൊണ്ട് അത് ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കുന്നു. സോ ദ ഡോസ് അല്ലെങ്കിൽ ദ ക്വാണ്ടിറ്റി ഓഫ് ദ ആൽക്കഹോൾ പ്രസൻറ്റ് ഈസ് വാട്ട് ഈസ് ഡിസൈഡിങ് വാട്ട് ഈസ് ഹറാം ആൻഡ് ഹലാൽ. അതല്ലേ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട് പോലും കച്ചവടം ചെയ്യാൻ കഴിയില്ല, ഒരൊറ്റ മുസ്ലിമിന് ഒരു ഫ്രൂട്ട് പോലും കച്ചവടം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ താലിബാൻ ചെയ്യുന്നത് കാര്യങ്ങൾ, ആത്മഹത്യയെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന ഉദാഹരണങ്ങൾ, ഇതിലും ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ആത്മഹത്യ എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ഒരു വളരെ പെക്യുലർ ആയിട്ടുള്ള ഒരു മാനസിക രോഗാവസ്ഥയായിട്ടാണ് ആധുനിക സമൂഹം അതിനെ കാണുന്നത്. അത് ആ ചിന്ത വരിക എന്ന് പറയുന്നത് അതൊരു സൂചനയാണ്. അവന് ഹീസ് ഇൻ ഡിസ്ട്രസ് എന്ന് പറയുന്ന ഒരു സിഗ്നലാണ്. അതിന് ആ കണക്കിൽ നമ്മളെടുത്ത് അതിന് വേണ്ട സപ്പോർട്ടീവ് സിസ്റ്റം കൊടുത്തുകൊണ്ട് അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ആധുനിക സമൂഹം കൈക്കൊള്ളുന്നത്. അതല്ലാതെ ആത്മഹത്യാ ശ്രമം കാണിക്കുന്ന ആളുകളെ ഇവിടെ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മദ്രസയെ കൊണ്ടുപോയി ചേർത്തിട്ട് ആത്മഹത്യാ പ്രവണത കുറച്ചതിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു പഠന റിപ്പോർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസ് നിങ്ങളൊന്ന് കാണിച്ചത്. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഈ മദ്രസയിൽ വിട്ട് കഴിഞ്ഞാൽ ആത്മഹത്യാ നിരക്കൊക്കെ കുറയും എന്നുള്ളത്? നിങ്ങൾ പറയുന്നത് ഈ തരത്തിൽ അറബ് ലോകത്ത് അല്ലെങ്കിൽ അറേബ്യൻ ഇസ്ലാമിക് കൺട്രീസിൽ ആത്മഹത്യാ നിരക്ക് കുറവാണ് എന്ന് വെച്ചുകൊണ്ടാണ് ഈ കണക്കുകൾ മുഴുവൻ പറഞ്ഞ് ഒപ്പിക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിയുമ്പോൾ തന്നെ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ഇസ്ലാമിക് കൺട്രീസ് എന്നുള്ള സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആത്മഹത്യാ നിരക്ക് എന്ന് പറയുന്നത് അണ്ടർ റിപ്പോർട്ടഡ് ആണ് എന്നതാണ് ഒന്നാമത്തെ വിഷയം. 2, ഈ ആത്മഹത്യ ആസ് ഇറ്റ് ഈസ് എന്ന് പറയുന്നത് അത് ഇത്തരം സ്ഥലങ്ങളിൽ വളരെയധികം സ്റ്റിഗ്മറ്റൈസ് ചെയ്യുന്ന ഒരു സംഗതി ആയതുകൊണ്ട് അത് വളരെയധികം സപ്രസ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷനാണ്. എന്ന് വെച്ചാൽ ഫാമിലീസിൽ ആത്മഹത്യ ആരെങ്കിലും ചെയ്താൽ അത് തട്ടി വീണതായിട്ടോ അതല്ലെങ്കിൽ അങ്ങനെ സ്റ്റൗ പൊട്ടിത്തെറിച്ചതായിട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അതിനെ ഒതുക്കാറുള്ളത്. അതൊരിക്കലും ആത്മഹത്യയായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല എന്നതിൻ്റെ റിപ്പോർട്ടുകളും കൂടി നിങ്ങൾ വായിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ശരി, നമ്മളൊരു പരിധിവരെ സമ്മതിക്കുന്നു, ഈ മതവിശ്വാസത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചിന്തകളിൽ നിന്ന് കുറേയൊക്കെ ആളുകൾ പിന്മാറുന്നുണ്ട്. പക്ഷേ അവിടെ മറ്റൊരു കാര്യമുണ്ട്. അങ്ങനെ ഈ മാനസിക രോഗങ്ങൾ ഇതുപോലെ പുറത്ത് പറയാതെ കൊണ്ട് നടന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആളുകൾ വളരെയധികം സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ഇത്തരം അസുഖങ്ങളുടെ പേരിൽ, ഇത്തരം മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ പേരിൽ കൊണ്ടു നടക്കുന്നു, സൈക്കോളജിക്കലായിട്ടുള്ള ഡിസോർഡേഴ്സിൻ്റെ പേരിൽ കൊണ്ടു നടക്കുന്നു. ഇതും പഠനവിധേയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ അവിടെ ഇരിക്കുകയാണ് ഇദ്ദേഹം പറയുന്നത് മദ്രസ പഠിച്ചാൽ ആരും ആത്മഹത്യയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, പൂക്കോട്ടൂർ ഇവിടുത്തെ പഠിത്തമൊക്കെ നിർത്തിയിട്ട് നേരെ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒന്ന് വണ്ടി കയറി പോയിട്ട് അവിടെയുള്ള ആ പെൺകുട്ടികൾ, അവിടെ 40% അടുത്ത ആളുകൾ ഇന്നിപ്പോൾ ആത്മഹത്യ കൂടുതൽ വർദ്ധിച്ചു എന്ന് പറയുന്ന വാർത്തകളുള്ള സ്ഥിതിക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് വണ്ടി കയറി അവിടെ പോയിട്ട് ആ കുട്ടികളേക്കൊന്ന് ആത്മഹത്യയിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാരണം അത് ഞാൻ പറഞ്ഞു, അതായത് ഹോപ്പ്ലെസ്നെസ്സും അതുപോലെയുള്ള പല പല കാര്യങ്ങൾ വരുമ്പോഴാണ്. അതിന് വേണ്ടത് സോഷ്യൽ സെക്യൂരിറ്റി സപ്പോർട്ട് അത് ഒരുക്കുക എന്നുള്ളതാണ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ന്യൂസിലാൻഡിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. അവിടെ ഇതേപോലെ ടീനേജേഴ്സിൻ്റെ ഇടയിൽ വലിയ തോതിലുള്ള ആത്മഹത്യാ നിരക്ക് കാണാനിടയായപ്പോൾ അത് പഠിച്ചു, അതെന്താണെന്ന് അന്വേഷിച്ചു, മനസ്സിലാക്കി അവരിലുള്ള പല തരത്തിലുള്ള ലോഡുകളും സോഷ്യൽ പ്രഷേഴ്സും ആണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കുറച്ചുകൊണ്ട് വരുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു, ആ ആത്മഹത്യാ നിരക്ക് അവിടെ കുറയ്ക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. ഇതല്ലേ ആധുനിക സമൂഹം ചെയ്യുന്നത്. അല്ലാതെ ന്യൂസിലാൻഡിൽ ഉടനെ മദ്രസ തുറക്കുകയല്ല ചെയ്തതിന്റെ പ്രിയപ്പെട്ട പൂക്കോട്ടൂരെ. നമ്മൾ കണ്ടുവരുന്നുണ്ട്. കുട്ടികളെ മാതാപിതാക്കൾ വളരെയേറെ സ്നേഹിക്കുന്നു. ഈയിടെ നിങ്ങൾക്കറിയാമല്ലോ, കൊല്ലത്ത് ഒരു മാതാവ് തന്റെ കുട്ടി വിദേശത്ത് ആക്സിഡന്റിൽ മരണപ്പെട്ടപ്പോൾ ആ മാതാവ് ഡോക്ടറായിട്ട് പോലും ആത്മഹത്യ ചെയ്തു. അതിന്റെ കാരണം കുട്ടികളോടുള്ള അദമ്യമായ സ്നേഹമാണ് അവർ പ്രകടമാക്കിയത്. അത് അദ്ദേഹം തന്നെ തന്റെ വാദത്തെ പൊളിച്ചു. അതായത് ഒരു മാതാവിന് തന്റെ കുട്ടിയോടുണ്ടായ സ്നേഹം അത്
പല രീതിയിൽ അവർ പ്രകടിപ്പിക്കും. അത് താങ്ങാനാവാതെ വരുന്നു, അതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഡിസ്ട്രെസ് ഉണ്ടാക്കുന്നു, അതിൻ്റെ പേരിൽ അവർ ആത്മഹത്യ ചെയ്യുന്നു. അതും മദ്രസയും തമ്മിൽ എന്താണ് ബന്ധം? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് നമ്മൾ ചോദിക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ അദ്ദേഹം തന്നെ അതിനുള്ള മറുപടി പറഞ്ഞതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. അവിടെ മാനസികമായി പിടിച്ചു നിൽക്കാൻ പോലും ഡോക്ടറായ മാതാവിന് കഴിഞ്ഞില്ല. ഈ ഒരു അവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോൾ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതപഠനം അനിവാര്യമാണ്. ആ മതപഠനത്തിന് വേണ്ടി ഒരുപാട് മദ്രസകൾ, 10,000-കണക്കിന് മദ്രസകൾ നടത്തുന്നു, കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. പക്ഷേ അതിന്റെ ഫലം ലഭ്യമാകാത്തതിന്റെ പ്രധാന കാരണം പ്രൈമറി തലത്തിൽ ഈ മദ്രസകൾ അവസാനിക്കുകയാണ്. 15 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് ഒരു 5ാം ക്ലാസ് മദ്രസ മാത്രം, ബേസിക് നോളജ് മാത്രം നേടിക്കൊണ്ട് കുട്ടി പിന്നീട് ഭൗതിക മേഖലയിലേക്ക് പോവുകയാണ്. കുട്ടിയുടെ കയ്യിൽ ഇന്റർനെറ്റ്, അതുപോലെ തന്നെ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ കാലം പോലെയല്ല. കുട്ടിക്ക് ഉപകരണങ്ങളുടെ വേലി കെട്ടാൻ നമുക്ക് കഴിയില്ല. നെറ്റ് ഉപയോഗിക്കരുത്, TV ഉപയോഗിക്കരുത്, മൊബൈൽ ഉപയോഗിക്കരുത് എന്നൊന്നും പറയാൻ ഇക്കാലഘട്ടത്തിൽ ഒരിക്കലും നമുക്ക് അർഹതയില്ലെന്ന് മാത്രമല്ല നടക്കുന്ന കാര്യവുമല്ല. അതുകൊണ്ട് സ്വാഭാവികമായും കുട്ടിയുടെ മനസ്സിന് മതിൽ കെട്ടുകയാണ് ആവശ്യം. മോറൽ എന്ന് പറയുമ്പോൾ കൺസേണിങ് പ്രിൻസിപ്പിൾസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഏത് റോങ് ഏത് എന്ന് കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രം പോരാ, അത് ഉൾക്കൊള്ളാൻ പാകതയുള്ള ഒരു പ്രായം വരെയെങ്കിലും അത് കൊടുക്കണം. അത് നടക്കുന്നില്ല എന്നാണ് ഇന്നലെ കോഴിക്കോട്ട് വെച്ച് മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിനിധികളെ വിളിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. അത് ഒരു അപകടകരമായ പ്രവണതയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ LGBT സംസ്കാരത്തിലേക്കും അതുപോലെ അന്യമതസ്ഥരുടെ കൂടെ ഓടിപ്പോകാനും നാം മക്കളെ ഈ രീതിയിൽ കാണുന്ന സാഹചര്യത്തിൽ ഖേദിച്ചിട്ട് ഫലമില്ല, അതിന് ബഹളം വെച്ചിട്ട് ഫലമില്ല. നമ്മൾ ഈ പ്രക്രിയ അവസാനിക്കണമെങ്കിൽ നമ്മൾ തൂമ്പിൽ വളമിട്ടത് കൊണ്ട് കാര്യമില്ല, മുരട്ട് തന്നെ വളമിടണം എന്ന് പറഞ്ഞാൽ കുട്ടിയെ ശരിക്കും ഒരു പക്വതയും പാകതയും മെച്ചുവർ ആകുന്നത് വരെ നല്ല മൂല്യബോധം പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രക്ഷിതാക്കൾ ഉണരണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ശ്രീ അബ്ദുസമദ് പൂക്കോട്ടൂർ, കാലം മാറുകയാണ്. സാങ്കേതിക വിദ്യ താങ്കൾ പറയുന്നത് പോലെ വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും ഇവിടെ അദ്ദേഹം പറഞ്ഞ 2 കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ഇന്റർനെറ്റ്, അതിനെ തടുക്കാൻ കഴിയില്ല. കുട്ടികൾ പല കാര്യങ്ങളും അറിയുന്നു, മനസ്സിലാക്കുന്നു, അതുവഴി മുന്നോട്ട് പോകുന്നു, മാതാപിതാക്കൾ അത് കാണുന്നു, അവരും എക്സ്പോസ്ഡ് ആകുന്നു. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ അവിടെ വരികയാണ്, അത് നമ്മൾ വിടുന്നു, ആവർത്തിക്കുന്നില്ല. അതോടൊപ്പം ഇവിടെ ഇദ്ദേഹം പറയുന്നത് ധാർമ്മികത എന്ന് പറയുന്ന വിഷയമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതോടൊപ്പം അന്യമതസ്ഥരോടൊപ്പം പോകുന്നു എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ സ്വർഗ ലൈംഗികത എന്ന് പറയുന്നൊരു വിഷയം. സ്വർഗ ലൈംഗികത എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഹോമോഫോബിയ ഏറ്റവും കൂടുതൽ ഉയർത്തി വെക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് മുസ്ലിങ്ങൾ തന്നെയാണ്, ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മറ്റു പല ആളുകളുണ്ട്, ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടു, കാതൽ സിനിമയ്ക്കെതിരെ പള്ളിയിൽ അച്ഛന്മാർ വരെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അതിനെതിരെ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എല്ലാവരും മത്സരമാണ്. ഒന്നാമത്തെ കാര്യം, പലപ്പോഴും ഈ ഹോമോസെക്ഷുവാലിറ്റി സംബന്ധിച്ച് ആധുനിക സമൂഹം പോലും ഇപ്പോഴും കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും വരുന്നു. ഇപ്പോഴാണ് പല കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് പോലും. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കണ്ടോ ആഴക്കടലിൽ ഇരുട്ടുണ്ട് എന്നുള്ളത് ഖുറാനിൽ 1400 വർഷം മുന്നേ എഴുതി വെച്ചത് കണ്ടില്ലേ എന്ന് പറഞ്ഞത് മാതിരി ഞാനിവിടെ എഴുതി ഒപ്പിട്ട് തരാം. ഒരു 10-50 വർഷം കഴിയുമ്പോൾ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയും, കണ്ടോ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ച് നമ്മളുടെ ഖുർആനിൽ വരെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്ന് അവർ തിരിച്ചു പറയുന്ന കാലം വരും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഇതുവരെ നടന്നിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. ശാസ്ത്രത്തിൻ്റേതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ അത് ഉടനെ മതത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അതുപോലെ അങ്ങ് പോവും. ഇതാണ് ചെയ്യുന്നത്. അതുപോലെ ശാസ്ത്രം റാഞ്ചിക്കൊണ്ടുപോയതുപോലെ ഏറ്റവും കൂടുതൽ മതങ്ങൾ റാഞ്ചിക്കൊണ്ടുപോയിട്ടുള്ള ഒരു സാധനമാണ് ഈ മോറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൊറാലിറ്റി എന്ന് പറയുന്നൊരു വിഷയം എന്ന് പറയുന്നത്. നമ്മളുടെ ഇപ്പോൾ അത് പറഞ്ഞു വന്നപ്പോൾ നമ്മളുടെ ഹൈത്തമിയുമായിട്ട് നടന്ന സംവാദം ഒന്ന് ഓർത്തുപോയി. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് സൂചിപ്പിക്കാമെന്ന് വിചാരിക്കണം. നീണ്ടു പോവുകയാണെങ്കിൽ കാര്യമാക്കണ്ട, ഇത് നമ്മൾ കണക്ട് ചെയ്ത് പറയേണ്ട വിഷയങ്ങളായതുകൊണ്ട് പറയുകയാണ്. അന്ന് മതം വേണോ മനുഷ്യന് എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു മതം വേണ്ട. എന്തുകൊണ്ട് വേണ്ട എന്നുള്ളതിന് ഒരു 5 കാരണങ്ങളാണ് അന്ന് പറഞ്ഞത്. അതിൽ 1 സോഷ്യൽ റീസൺസ് ആണ്, 2 മോറൽ റീസൺസ് അല്ലെങ്കിൽ എത്തിക്കൽ ആൻഡ് മോറൽ റീസൺസ്, 3 സ്ക്രിപ്ചറൽ ആയിട്ടുള്ള റീസൺസ്, മതത്തിനകത്തുള്ള കിതാബിലെ മണ്ടത്തരങ്ങൾ, 4 ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റീസൺസ് അല്ലെങ്കിൽ എവല്യൂഷണറി ബയോളജി വെച്ചുകൊണ്ടുള്ള റീസൺസ്, പിന്നെ 5ാമതായിട്ട് മെഡിക്കൽ റീസൺസ്. അത് ഇത്രയും കാരണങ്ങളാണ് നമ്മളതിൽ പറഞ്ഞത്. അപ്പോൾ ഈ സോഷ്യലായിട്ടുള്ള റീസൺ ആയാലും മോറലായിട്ടുള്ള ഇതുപോലെ ഈ പറഞ്ഞ 5 റീസൺസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒരു മതത്തിനും ഒരു പങ്കുമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളന്ന് സ്ഥാപിച്ചത്.
അപ്പോൾ അതിൽ സോഷ്യൽ റീസൺസ് ഒക്കെ പറഞ്ഞിട്ട് രണ്ടാമത് പറഞ്ഞതാണ് നമ്മളുടെ മോറൽ ആൻഡ് എത്തിക്കൽ റീസൺ എന്ന് പറയുന്ന ഒരു വിഷയം. അപ്പോൾ അതിൽ ഈ മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം വരുമ്പോൾ ഇസ്ലാമിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ട് അവർ വലിയ തരത്തിൽ കരുതിയിരിക്കുന്ന ഒരു സാധനമാണ് മൊറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിങ്ങനെ അള്ളാഹു ഇറക്കി തരുന്ന സാധനമാണ് എന്നാണ് അവർ പറയുക. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ മതവിശ്വാസി ആയിരിക്കണം എന്നുള്ളതാണ് അവർ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ മൊറാലിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് 2 വാക്ക് വന്നിട്ടുണ്ടാവും. ഒന്ന് അമ്മ പെങ്ങൾ ഭോഗം, 2 സ്വതന്ത്ര ലൈംഗികത. ഈ 2 സാധനമാണ് വരിക. അപ്പോൾ ഇതിൽ ഈ അമ്മ പെങ്ങൾ ഭോഗം, ഈ ഇൻസെസ്റ്റ് എന്ന് പറയുന്ന വിഷയം, ഞാനിത് എന്തിനാണിത് ആവർത്തിച്ച് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകളുടെ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അവരുടെ ധാരണ ഇൻസെസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് എന്ന തെറ്റിദ്ധാരണയുടെ പുറത്താണ് അവരിത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്ലാമിസ്റ്റുകൾ മനസ്സിലാക്കുക, ഇൻസെസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ പേരിൽ അത് നിഷിദ്ധമാക്കുന്ന തരത്തിൽ ഒരു വാചകം പോലും നിങ്ങൾക്ക് ഖുർആനിലോ ഇസ്ലാമിലോ എവിടെയും ഹദീസിലോ അതിൻ്റെ കർമ്മശാസ്ത്രത്തിലോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഈ നിഷിദ്ധമായ ബന്ധങ്ങളെന്നും അനുവദിക്കപ്പെട്ട ബന്ധങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എണ്ണുന്ന കൂട്ടത്തിൽ നിർഭാഗ്യവശാൽ ഇതുപോലെ കുറച്ച് ഇൻസെസ്റ്റസ് ആയിട്ടുള്ള റിലേഷൻസ് വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്ത്, അങ്ങനെയൊക്കെ ഉള്ള ബന്ധങ്ങൾ കഴിച്ച് വിവാഹം കഴിച്ച് അതിൽ കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ എന്തൊക്കെയോ വലിയ പ്രശ്നമുണ്ട് എന്ന് ശാസ്ത്രം കണ്ടെത്തിയപ്പോൾ നിങ്ങൾ അത് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇസ്ലാമിൽ ഈ എണ്ണിയ കൂട്ടത്തിൽ ആ ഇൻസെസ്റ്റസ് റിലേഷൻസ് ഒക്കെ വന്നതിൻ്റെ കാരണം ഇൻസെസ്റ്റ് എന്ന് പറയുന്ന ആ ബിഗർ ഡയമെൻഷനുള്ള കാര്യത്തെ ഇസ്ലാം വിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കണ്ടോ 1400 വർഷം മുന്നേ ഇസ്ലാം ഇൻസെസ്റ്റിനെ വിരോധിച്ചത് കണ്ടോ എന്ന് പറയുന്നതാണ്. തെറ്റാണ്. ഇസ്ലാമിൽ ഇൻസെസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോലുമില്ല എന്നതാണ്. എന്താണ് അതിന് ഉദാഹരണം? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഭൂലോകത്തുള്ള നിങ്ങളുടെ പെങ്ങളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ കഴിയില്ല എന്ന് എണ്ണിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഈ പെങ്ങളെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോയാൽ കല്യാണം കഴിക്കാം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒന്ന്, ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്ന കാര്യമാണ്. ഒന്നാമത്തെ ഇൻസെസ്റ്റ്, ആങ്ങളും പെങ്ങളും തമ്മിൽ കല്യാണം കഴിക്കാം, അവിടെ പോയി ഭോഗിക്കാം സ്വർഗത്തിൽ പോയിട്ട് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ പറയുന്നത് ഇൻസെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി വിരോധിക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിലായാലും നടക്കരുത് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. കാരണം അവിടെ ആ ചിന്തയല്ല അവിടെ വരുന്നത്. ഇനി ഒന്നത് പറഞ്ഞു. രണ്ടാമത്തത് ആദം ഹവ്വ എന്ന് പറയുന്ന ഒരു ഫാമിലീനെ ആദ്യം പടച്ചുണ്ടാക്കുന്നത്. അവരിലൂടെയാണ് ഇന്നുള്ള മുഴുവൻ മനുഷ്യരുണ്ടായതെന്ന് പറയുമ്പോൾ ഇസ്ലാമിസ്റ്റുകൾ ഉത്തരം പറയണം. ആദാമും ഹവ്വയും അതിനുശേഷം വന്ന 4 മക്കളും അവരിലൂടെ മറ്റുള്ള ആളുകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഇൻസെസ്റ്റസ് ആയിട്ടുള്ള റിലേഷൻ ഇല്ലാതെ എങ്ങനെ സാധിച്ചു? അപ്പോൾ പടച്ചവന് അന്ന് ഇൻസെസ്റ്റ് ഓക്കെയാണ്, ഇന്ന് എങ്ങനെ ഇൻസെസ്റ്റ് ഓക്കെ അല്ലാതെയായി എന്നുള്ളതിനുള്ള ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. രണ്ടാമത്തെ കാര്യം അതാണ്. ഇനി മൂന്നാമത്തത്, അവിഹിത ബന്ധത്തിൽ പിറന്നിട്ടുള്ള മക്കളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മകളെ ഒരു പുരുഷനെ, സ്വന്തം മകളായിട്ടുള്ള പുരുഷനെ കല്യാണം കഴിക്കാം. ഇത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കില്ല. അപ്പോൾ ഇനി ഏതായാലും ഇത്രയൊക്കെ വൈകിയത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതും കൂടി ഒന്ന് കേട്ടിട്ട് വേണമെങ്കിൽ പോവാം. ഏതായാലും ഇത്രയൊക്കെ വൈകിയില്ല. സ്വന്തം മോള്, മോന്റെ മോള്, മോളെ മോള്, ആ കീപ്പട്ട് എത്ര പോയാലും വേണ്ടിയില്ല. എന്നാൽ സ്വന്തം മോളെ കൂട്ടത്തിൽ നിന്ന് ഹറാമില്ലാത്ത ഒന്നുണ്ട്. അതാ ലാ മഖ്ലൂഖത്തിൻ മിമ്മാഇ സിനാഹു. ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഈ പെണ്ണിനെ ഇവൻ തന്നെ വ്യഭിചരിച്ചിട്ടുള്ളൂ, മാറെ ഒരാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് ഉറപ്പാണ്. എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മഹറമല്ല, അന്യ പെൺകുട്ടിയാണ്. കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, കെട്ടലാലാണ്, ഓള് മഹറമല്ല. യഥാർത്ഥത്തിൽ ഇവന്റെ ഋതുവത്തിൽ ജനിച്ച കുട്ടി തന്നെയാണത്, അത് വേറെ വിഷയം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യഭിചാരത്തിന് ഇസ്ലാം ഒരു ഹുർമത്തും കൊടുക്കുന്നില്ല. അപ്പൊ ആ ഹുർമത്തില്ലാത്ത സ്ഥിതിക്ക് തന്റെ ഋതുവത്തിൽ നിന്നാണെങ്കിൽ പോലും ഹുർമത്തില്ലാത്ത ആ ഋതുവത്തിൽ നിന്നിട്ട് ജനിച്ച കുട്ടിക്ക് മഹ്റമിയത്ത് എന്ന് പറയുന്ന ബഹുമാനം, ആ ബന്ധം ഇസ്ലാം കൊടുക്കുന്നില്ല. ഇവൻ ആ കുട്ടീന്റെ വാപ്പയല്ല, ആ കുട്ടി ഇവന്റെ മകളുമല്ല, അന്യൊരു പെൺകുട്ടിന്റെ സ്ഥാനം.
ഇനി മക്കളെ കഴിഞ്ഞാൽ അപ്പോൾ അതിൽ പറഞ്ഞു വെക്കുന്നത് നിങ്ങളുടെ സ്വന്തം മകള് അവിഹിത ബന്ധത്തിലുണ്ടായതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. 3 എക്സാമ്പിൾസായി ഞാൻ പറയുന്നു. ഇതേപോലെ വയസ്തമിറു, ഈ നിക്കാഹ് എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല, നിയമവിസ്ഥിതിയല്ല, മറിച്ച് അത് സ്ഥിരമാകും ഹത്താ ഫിൽ ജന്ന, സ്വർഗം വരെയും. എന്നൊരു സ്വർഗത്തിലും വിവാഹമുണ്ട്. സ്വർഗത്തിൽ ആദം നബി തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം. ഇനി ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയും വിവാഹം കഴിക്കാൻ സാധ്യമാണ്. കാരണം ഫ ഇന്നഹു യജൂസു ലിൽ ഇൻസാനി, അപ്പോൾ തീർച്ചയായും മനുഷ്യന് അനുവദനീയമാണ് നിക്കാഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ നിക്കാഹ് കഴിക്കാം. അവന് സ്വർഗത്തിൽ വിവാഹം ആവശ്യമുണ്ട് എങ്കിൽ വിവാഹം കഴിക്കാം. വലൂലി മഹാരിമിഹി, ദുനിയാവുമായിട്ടുള്ള വിധിയിൽ എതിരുണ്ട്. ദുനിയാവിൽ നമുക്ക് പലരെയും വിവാഹം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ മക്കള്, നമ്മുടെ പിതാവിൻ്റെ സഹോദരന്മാര്, അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി പലരെയും വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ നിയമം മറ്റൊന്നാണ്. സ്വർഗത്തില് നമുക്കിവിടെ ദുനിയാവിൽ വിവാഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും. മാ അദൽ ഉസൂല വൽ ഫുറൂഅ, നമ്മളുടെ മാതാവിൻ്റെ മാതാവ്, അങ്ങനെ തുടങ്ങി ഉള്ള നമ്മുടെ അസലുകളും, അതുപോലെ തന്നെ ഫുറൂ, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കളുടെ മക്കൾ, അവരുടെ മക്കൾ, ഇങ്ങനെ തുടങ്ങി ആ ഫുറൂവും നമ്മുടെ ശാഖയും അതുപോലെ നമ്മുടെ അസലും, ഇവ ഒഴികെയുള്ള ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ അനുവദനീയമാണ്. ഉദാഹരണം, നമ്മുടെ ഇവിടുത്തെ സഹോദരിമാർ സ്വർഗത്തിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. ഇവിടുത്തെ പിതാവിൻ്റെ സഹോദരി ഇവിടെ നിഷിദ്ധമാണ്, എന്നാൽ അവിടെ സ്വർഗത്തിൽ അനുവദനീയമാണ്. ഇസ്ലാമിൽ ഇൻസെസ്റ്റ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് വരാൻ കഴിയില്ല. എന്നാൽ ഇൻസെസ്റ്റ് അനുവദനീയമാണ് എന്നുള്ളതിനുള്ള ഉദാഹരണങ്ങൾ എത്ര എണ്ണം വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരാം. ഇതാണ് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തതാണ് സ്വതന്ത്ര ലൈംഗികത. ഇതിൽ ഇവർ പറയുന്നത് എന്താണ്? സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകൾക്ക് കൺസെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഇതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇതാണോ നമ്മൾ പറയുന്നത്? അല്ല. നിങ്ങൾ ആരുമായിട്ടും അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള, മെഡിക്കലി പോസിബിൾ ആയിട്ടുള്ള, എത്തിക്കൽ ആയിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ നിങ്ങൾ ഏർപ്പെടുന്ന സമയത്ത് അവിടെ ഒരു ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അത് കൺസെൻ്റ് ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് കൺസെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ്, അത് ഭാര്യയാണെങ്കിൽ പോലും ആ പറയുന്ന കൺസെൻ്റ് നിർബന്ധമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിനെയാണ് ഇവർ വളച്ചൊടിച്ചിട്ട് കൺസെൻ്റ് ഉണ്ടെങ്കിൽ ആരുമായിട്ടും ആകാമെന്ന് പറയുന്നത്. തെറ്റാണ് എന്ന് പറഞ്ഞു. ഇനി ഇസ്ലാമിൽ എന്താണ് അത് പറയുന്നത്? ഇസ്ലാമിൽ എവിടെയാണ് ആ ധാർമ്മികത മൂല്യം ഒളിഞ്ഞു കിടക്കുന്നത്? ഇസ്ലാമിൽ പറയുന്നത് കൺസെൻ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് മാത്രമല്ല, സ്വന്തം ഭാര്യ പ്രസവ പലകയിൽ പ്രസവിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് ഭർത്താവ് ലൈംഗിക ബന്ധത്തിന് ആവശ്യപ്പെട്ടാൽ പ്രസവ പലകയിലാണെങ്കിലെങ്കിലും ആ സ്ത്രീ അതിന് വഴങ്ങിക്കൊടുക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതാണ് ഇസ്ലാമിൻ്റെ കൺസെൻറ്റിൻ്റെ ഒരു കിടപ്പ് എന്ന് പറയുന്നത്. ഇനി ഒരു ഭാര്യയെ ഭർത്താവ് വിരിപ്പിലേക്ക് ക്ഷണിച്ചു, അതായത് ലൈംഗിക ബന്ധത്തിന് ക്ഷണിക്കുന്ന സമയത്ത് ഭാര്യ പറയുകയാണ് എനിക്കിന്ന് വയ്യേക്ക, തലവേദനയാണെന്ന് പറഞ്ഞാൽ അത് പറയാൻ പാടില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ ഭർത്താവ് കോപിച്ചാൽ 3 മലക്കുകളെ പറഞ്ഞു വിടും. നേരം വെളുക്കണ വരെ ഭാര്യനെ പ്രാകാൻ വേണ്ടിയിട്ട്. ആ ഭാര്യയ്ക്ക് ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഉമ്മയാണ്, ആ ഉമ്മയുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗ്ഗം എന്നാണ് പറയുന്നത്. പക്ഷേ കാലിൻ്റെ അടിയിൽ സ്വർഗ്ഗം വെച്ച് കിടന്നുറങ്ങുന്ന ഉമ്മാനെ മലക്കുകൾ ഇരുന്ന് പ്രായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതിലേറ്റവും വലിയൊരു തമാശ. പോട്ടെ, ഇതാണ് ഇസ്ലാമിലെ കൺസെൻറ്റിൻ്റെ അവസ്ഥ. ഇനി അടിമ സ്ത്രീകൾ, കൺസെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമേ അവിടെ വരുന്നില്ല. അതിൽ തന്നെ അടിമകളെ നിങ്ങൾക്ക് പങ്കിട്ട് ഭോഗിക്കാം എന്നും കൂടിയാണ് പറയുന്നത്. അതായത് ഒരു 5 ആൾ കൂടിയിട്ട് നിങ്ങൾക്കൊരു അടിമയെ വാങ്ങിക്കാം, എന്നിട്ട് മാറി മാറി നിങ്ങൾക്ക് ഭോഗിക്കാം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതൊക്കെ സ്വന്തം പോക്കറ്റിൽ വെച്ചിട്ടാണ് ഈ ഉസ്താദൊക്കെ ഇരുന്ന് പറയുന്നത് നിങ്ങൾക്ക് ധാർമ്മിക ബോധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മദ്രസയെ പഠിക്കണമെന്ന്. തൽക്കാലം ഈ ധാർമ്മിക ബോധം വേണ്ട എന്ന്
ബോധമുള്ള ഏതെങ്കിലും മാതാപിതാക്കൾ വിചാരിച്ചിട്ടുണ്ടാവും. അതിനാണ് ഈ കിടന്ന് നിലവിളിക്കുന്നത് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ധാർമ്മികത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് മദ്രസയിൽ നിന്ന് കിട്ടുള്ളൂ എന്ന ഒരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് നാലായിട്ട് മടക്കി പോക്കറ്റിൽ വെക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയുന്നത്. ഉള്ള ധാർമ്മികത കളയുന്ന സ്ഥലമാണ് മദ്രസ. ഇസ്ലാമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതുതന്നെയാണ്. പഠിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള മാനവിക വിരുദ്ധത, സ്ത്രീ വിരുദ്ധത, ജനാധിപത്യ വിരുദ്ധത, സെക്യുലർ ആയിട്ടുള്ള ഒരു കോ എക്സിസ്റ്റൻസിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഓണം ആഘോഷിക്കരുതെന്ന് പറയുന്നത്, ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് പറയുന്നത്, മിശ്രവിവാഹം പാടില്ല എന്ന് പറയുന്നത്, ഇക്വാലിറ്റിക്ക്, ജെൻഡർ ഇക്വാലിറ്റിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ, സ്വവർഗ ലൈംഗികത എന്ന് പറയുന്ന ഫിസിയോളജിക്കലായിട്ടുള്ള ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റിയെ പോലും തിരസ്കരിക്കുന്ന രീതിയിൽ അതിന് എതിരെ പ്രവർത്തിക്കുന്ന ഹോമോഫോബിക് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ തീർക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു. ഇതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ധാർമ്മികത നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇനി മയക്കുമരുന്നിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പത്രം എടുത്തിട്ടൊന്ന് തുറന്ന് നോക്കുക. അതിനകത്ത് ഇന്ന് വന്നിട്ടുള്ള പിടിക്കപ്പെട്ട ആളുകളിൽ എത്ര മുസ്ലിങ്ങളുണ്ടെന്ന് നോക്കുക. അവർ ഏത് ക്ലാസ് വരെ മദ്രസ പഠിച്ചിട്ടുണ്ടെന്ന് കൂടി ഒന്ന് അന്വേഷിച്ചാൽ മതി. കാര്യങ്ങൾ കുറേ കൂടി കൃത്യമാകും. സ്വർണ്ണക്കടത്തിൻ്റെ കണക്ക് നിങ്ങൾക്ക് വേറെ എടുക്കാം. അപ്പോൾ ഈ ധാർമ്മികത കിട്ടുമെന്ന് പറഞ്ഞിട്ട് മദ്രസയിൽ പോകേണ്ട കാര്യമില്ല. ഒന്ന്. രണ്ട്, ഇവിടെ പറയുന്നു ഇങ്ങനെ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയാൽ എന്തൊക്കെയോ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പറയുന്നു ഈ ലോകം പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ് പുരോഗമിച്ചിട്ടുള്ളൂ. ഇസ്ലാമിക ഭരണകൂടങ്ങൾ നിലനിന്നിരുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഖലീഫ ഉമറിനെ പോലെയൊക്കെയുള്ള ആളുകൾ ആ ഭരണം പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന വലിയ ലൈബ്രറികളൊക്കെ തീയിട്ട് കത്തിക്കുന്നതാണ് ഇസ്ലാമിക ചരിത്രം എന്ന് പറയുന്നത്. കണക്ക് എന്ന് പറയുന്നത്, സയൻസ് എന്നൊക്കെ പറയുന്നത്, അത് മനുഷ്യനെ ചെകുത്താൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കും എന്നും പറഞ്ഞ് അത് തീയിട്ട് കത്തിക്കാൻ പറഞ്ഞ ഇമാം ഗസാലിയെ പോലെയൊക്കെയുള്ള ആളുകളൊക്കെയാണ് നമ്മളുടെ ഇവിടെ ഉള്ളത്. ഇതുപോലെയാണ് ഇസ്ലാമിക ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതർ എന്നൊക്കെ പറയുന്ന ആളുകൾ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും. പക്ഷെ ഇവർ പറയും കുറേ നക്ഷത്രത്തിൻ്റെ പേര് അറബി പേരുകളാണ്, അതുപോലെ കുറേ കണ്ടുപിടുത്തത്തിൻ്റെ പിന്നിൽ മുസ്ലിങ്ങളാണെന്ന് പറയും. നിങ്ങൾ ഏത് മുസ്ലിമിൻ്റെ പേരാണ് പറയുന്നത്? ഇബ്നു സീന വാസ് ദ അവിസിന എന്ന് പറയുന്ന ആൾ. ഹി വാസ് നോൺ ആസ് ദ ലീഡർ ഓഫ് ദ കാഫിർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം കാഫിറുകളുടെ നേതാവ് എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് പോലും. അദ്ദേഹത്തിനെതിരെ ഫത്വകൾ ഇറക്കുകയും അദ്ദേഹത്തെ കാഫിറായിട്ട് പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾ പോലും ഇറക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഹവാരിസ്മിയോ അങ്ങനെ ഏത് പേര് വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ, അൽ റാസി നിങ്ങളെടുത്തോളൂ. ഇതെല്ലാം അറിയപ്പെട്ടിരുന്നത് കാഫിറുകളായിട്ടോ മതനിഷേധികളായിട്ടോ അത് അല്ലെങ്കിൽ സംശയാലുക്കളായിട്ടോ ഇങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. അവർ പലപ്പോഴും തങ്ങളുടെ മതവിശ്വാസം അതിൻ്റെ യാഥാർത്ഥ്യം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് മതവിശ്വാസികളെ പോലെ അഭിനയിച്ചാണ് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നതുപോലുമാണ് ചരിത്രം. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഇസ്ലാമിക് എന്ന് പറയുന്ന സംഗതികൾ നിങ്ങൾ ഇസ്ലാമിക് ആണെന്ന് പറയുന്നതിൻ്റെ കാരണം അവരൊക്കെ അറബി സംസാരിക്കുന്നവരായിരുന്നു എന്നത് ആണ് എന്നുണ്ടെങ്കിൽ അറബിയിൽ എഴുതിയ കാമസൂത്രയും ഇസ്ലാമിക് കാമസൂത്രയാണെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകണം. ആ തള്ളിമറിക്കലൊക്കെ അങ്ങ് മാറ്റി വെക്കണതാണ് നല്ലത്. സമൂഹം മാറുകയാണ്. അപ്പോൾ അതിനൊക്കെ ഉതകുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകണം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട് എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. അപ്പോൾ ഏത് തരത്തിൽ ഇടപെടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? തീർച്ചയായും കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് വായിച്ചുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറായതിന്റെ ഫലമാണ് സമസ്ത ലേണിംഗ് മദ്രസ തുടങ്ങി. കമ്പ്യൂട്ടർ വഴി കുട്ടിക്ക് കാര്യങ്ങൾ പഠിക്കാൻ മദ്രസയിൽ പോകാതെ തന്നെ ലോകത്തിന്റെ ഏതു ഭാഗത്തിരുത്തും കൊണ്ട് കുട്ടിക്ക് മതം പഠിക്കാനുള്ള ലേണിംഗ് സംവിധാനം നമ്മൾ ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് പുതുതായി ഓപ്പൺ ചെയ്തു. നിങ്ങൾക്കറിയാമല്ലോ, മദ്രസയിൽ പോയി പഠിക്കുന്നവർക്ക് പഠിക്കാം, അല്ലാത്തവർക്ക് വീട്ടിൽ നിന്ന് പഠിക്കാം. നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിരിക്കുന്നു. കാലത്തിന്റെ മാറ്റം നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. മദ്രസയിലും നമ്മൾ ആധുനിക ട്രെയിനിങ് നൽകിക്കൊണ്ട് ആധുനിക വിദ്യാഭ്യാസ രീതിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. പഴഞ്ചൻ ശൈലിയൊക്കെ മാറി കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ആധുനിക സ്മാർട്ട് ക്ലാസ് റൂം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മദ്രസയിൽ മതം പഠിപ്പിക്കുന്നത്. ഈ മതം പഠിപ്പിക്കുമ്പോൾ ഇസ്ലാമിന്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് കേവലം മതം നൽകുകയല്ല, മതബോധത്തോടൊപ്പമുള്ള ഭൗതിക ബോധവും നൽകണമെന്നാണ്. ഖുർആന്റെ ആദ്യത്തെ നിർദ്ദേശം തന്നെ വായിക്കുക, പഠിക്കുക എന്നാണ്, വിശ്വസിക്കുക എന്നല്ല. ഒരു സമൂഹത്തോട് അന്ധമായി വിശ്വസിക്കാനല്ല ഇസ്ലാം പറഞ്ഞത്. നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് ദൈവാസ്തിക്യത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വിശ്വസിക്കണമെന്നാണ്. അന്ധമായ വിശ്വാസമല്ല ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ചുറ്റുപാടുകളെ കുറിച്ച് പഠിച്ചും കാലത്തെക്കുറിച്ച് പഠിച്ചും കുട്ടി വളരുന്നതിന് ആവശ്യമായ വിദ്യാഭ്യാസ സംവിധാനം നമ്മൾ ഒരുക്കുമ്പോഴും
കേവലം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായി വിദ്യാഭ്യാസത്തെ മാറ്റുന്ന ഒരു അഭ്യാസ പ്രക്രിയയാണ് ഭൂരിപക്ഷം രക്ഷിതാക്കളും ചെയ്യുന്നത്. അത് ഇസ്ലാമിൽ മാത്രമല്ല, ഹൈന്ദവ സമൂഹത്തിലും ക്രൈസ്തവ സമൂഹത്തിലും ഒക്കെ അങ്ങനെയുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയൊക്കെ മതപാഠശാലകളും ധാർമ്മിക ബോധന വേദികളും ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ സാംസ്കാരിക കേരളത്തിൽ പോലും കൊലപാതകങ്ങളും വഴിഞ്ഞാട്ടങ്ങളും വൃത്തികേടുകളും മയക്കുമരുന്നും ഒക്കെ വർദ്ധിക്കുന്നത്. അത് തിരിച്ചറിയാൻ എല്ലാ വിഭാഗം ആളുകളും മുന്നോട്ട് വരണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ശരി, വളരെ നന്ദി ശ്രീ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ഞങ്ങളോട് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇതൊരു തട്ടിപ്പും കൂടിയാണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ ഈ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്ന് പറയുന്നു. അതിൻ്റെയൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് മതമാണെന്ന് പറഞ്ഞു വെക്കാം. ഇത് ഇസ്ലാമിസ്റ്റുകൾ എന്നും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ കേൾക്കാറുണ്ട് ഈ ജാഹിലിയ കാലം എന്ന് പറയുന്ന ഒരു കാലത്തെക്കുറിച്ച് വലിയ വർണ്ണനകളാണ്. അന്നിങ്ങനെ കുട്ടികളെ കുഴിച്ചു മൂടിയിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു എന്നൊക്കെ പറയുന്നു. കെട്ടുകഥയാണ് എന്ന് നമുക്ക് പറയാതെ നിവൃത്തിയില്ല. കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങനെ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വിചാരിക്കുക. ഈ മുഹമ്മദിന് എങ്ങനെയാണ് ഇത്രമാത്രം പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ തന്നെ കിട്ടുക? അവിടെയുള്ള ഓരോ ആളുകൾ ഇതേപോലെ 4-5 ആളുകളെ കെട്ടിയിരുന്നൊരു കഥയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ അതൊക്കെ ഇവരുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പലതും അവർക്ക് തന്നെ തിരിച്ചടിയായിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഖദീജ ബീവി, മുഹമ്മദ് നബിയുടെ ആദ്യത്തെ ഭാര്യ. അങ്ങനെ ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഒരു അധികാരവും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നുണ്ടെങ്കിൽ, മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യ എന്ന് പറയുന്നത് ഒരു സമ്പന്നയായ വനിത, അവിടുത്തെ തന്നെ പ്രമാണിയായിട്ടുള്ള വനിത, വലിയ കച്ചവട സംരംഭക, ഒരുപാട് തൊഴിലാളികളും കുട്ടകങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരാൾ. അവർ തൻ്റെ കച്ചവടം, അവർ ഭർത്താവ് മരിച്ചപ്പോൾ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടി മുഹമ്മദിനെ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. മാണിക്യ മലര, ആ പാട്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? അങ്ങനെ ജാഹിലിയ കാലഘട്ടമായിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെ അവിടെ ഒരു ഖദീജ ഉണ്ടായി എന്നതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഓരോ വിശ്വാസിയും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്, മുഹമ്മദ് നബി അവിടെ ഒരു പ്രവാചകത്വമൊക്കെ ഏറ്റെടുത്ത ആ കള്ളക്കഥ അവിടെ തുടങ്ങി വെച്ചതിന് ശേഷമാണ് സത്യത്തിൽ നമുക്ക് അവിടെ ജാഹിലിയ കാലം കാണാൻ കഴിയുക. കാരണം എല്ലാത്തിനും ഒടുവിൽ അവസാനം ആയിഷ പറഞ്ഞു വെക്കുന്നൊരു വാചകമുണ്ട്: വിശ്വാസിനിയായ സ്ത്രീകൾ ദുരിതം അനുഭവിക്കുന്നത് പോലെ മറ്റാരും ദുരിതം അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് മുഖത്ത് അടിയേറ്റ പച്ച കളറ് ആ പാടുമായിട്ട് വന്ന സ്ത്രീയെ കണ്ടപ്പോൾ പരിതപിക്കുന്ന ആയിഷയെ നമുക്ക് കാണാം. ഇതാണ് അവസാന കാലഘട്ടം ആയപ്പോൾ നമുക്ക് കാണുന്നത്. അപ്പോൾ ശരിക്കും ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത് മുഹമ്മദ് നബി വന്നതിന് ശേഷമാണ്, ഈ പ്രവാചകത്വം ഏറ്റെടുത്തതിന് ശേഷമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഖദീജ ബീവി അങ്ങോട്ട് ചെന്ന് കല്യാണം ആലോചിച്ച് കല്യാണത്തിലേക്ക് എത്തിച്ചതാണെന്ന് നമ്മൾ പറയുന്നു. മുഹമ്മദ് നബി വന്നതിന് ശേഷം ഉണ്ടായ നിയമം എന്താണ്? ഒരു സ്ത്രീ സ്വന്തം കല്യാണമോ മറ്റൊരാളുടെ കല്യാണമോ ഇതുപോലെ നടത്തുക അല്ലെങ്കിൽ നിശ്ചയിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സദ്വൃത്തരായിട്ടുള്ള സ്ത്രീകൾ ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾ വ്യഭിചാരിണികളാണ് എന്ന് മുഹമ്മദ് നിയമം ഇറക്കിയപ്പോൾ സത്യത്തിൽ മുഹമ്മദ് തൻ്റെ ആദ്യ ഭാര്യയായ ഖദീജയെ തന്നെയാണ് അവിടെ വ്യഭിചാരിണിയായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഏതാണ് യഥാർത്ഥത്തിൽ ജാഹിലിയ കാലഘട്ടം? അപ്പോൾ ഇവരുടെ വാദങ്ങൾ ജയിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ ഒരു സാധുത അവിടെ ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം ഉപയോഗിക്കുന്ന ഒരു കുതന്ത്രമാണ് ഈ ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത് പോലെ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന കള്ളക്കടത്ത് വർദ്ധിക്കുന്നു, മയക്കുമരുന്ന് വർദ്ധിക്കുന്നു, വർദ്ധിക്കുന്നുണ്ട്. ആരാണിത് ഏറ്റവും കൂടുതലും ചെയ്യുന്നതെന്ന് അന്വേഷിച്ചിറങ്ങിയാൽ നമുക്ക് കാണാം. ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ കാക്കാമാർ തന്നെയാണെന്ന് വരും. അപ്പോൾ സത്യത്തിൽ ആർക്കാണ് ഇവിടെ കുഴപ്പം? അവർക്ക് തന്നെയല്ലേ കുഴപ്പം. ഞാൻ പറഞ്ഞു റേപ്പിൻ്റെ ഒരു കണക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ റേപ്പ് നടക്കുന്നത് അറബ് രാജ്യങ്ങളിലല്ല, അത് അറേബ്യൻ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ അത് സംബന്ധിച്ച് വേറെ ഒരു വിശദമായ വീഡിയോ ഞാൻ ചെയ്യാം. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നു, അവിടെയുള്ള ജയിലുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ മൈഗ്രൻസ് ആയിട്ട് അവിടെ വന്നു കയറിയിട്ടുള്ള മുസ്ലിങ്ങൾ തന്നെയാണെന്ന് വരുന്നു. ഒന്ന്, ഏറ്റവും കൂടുതൽ അവിടുത്തെ ആ വനിതകൾ, നേറ്റീവ്സ് ആയിട്ടുള്ള വനിതകൾ ഈ തരത്തിലുള്ള ലൈംഗിക അതിക്രമവും പീഡനങ്ങളും റേപ്പ് അറ്റംപ്റ്റ്സും നേരിടേണ്ടി വരുന്നത് ഈ ഇമിഗ്രൻ്റ് ആയിട്ട് വന്ന ആളുകളുടെ ഭാഗത്തു നിന്നാണ് എന്നും കൂടി വരുമ്പോൾ ശരിയാണ്, അവിടെ റേപ്പ് കൂടിയിട്ടുണ്ട്. പക്ഷേ അതിന് ഉത്തരവാദികൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ ഇമിഗ്രൻസ് ആയിട്ടുള്ള ആളാണെന്ന് വരുന്നിടത്താണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇവരൊക്കെ തിരിച്ച് നാട്ടിലേക്ക് വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് അവിടെ ആളുകൾ ഇന്നിപ്പോൾ അവിടെ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ BJP വളരുന്നതിൻ്റെ കാരണം അതാണ് എന്ന് നമ്മൾ പറയും തമാശയ്ക്ക്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ ഇനി ഇപ്പുറത്താണെങ്കിലോ ഈ തരത്തിലുള്ള റേപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി ഇസ്ലാമിൽ എവിടെയാണ് റേപ്പ് എന്ന് പറയുന്ന ഒരു വിഷയമുള്ളത്?
അവിടെ ഉള്ളത് അഡൾട്ടറി എന്ന് പറയുന്ന ഒരു വിഷയം മാത്രമേ ഉള്ളൂ. കൺസെൻറ്റ് ഇല്ലാതെയുള്ള ലൈംഗിക ഇതുപോലെയുള്ള അതിക്രമങ്ങളെയാണ് നമ്മൾ റേപ്പ് എന്ന് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ എവിടെയാണ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉള്ളത്? അതില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അവിടെ റേപ്പ് വരിക? ഇസ്ലാമിൽ നിങ്ങൾക്ക് റേപ്പിനെ കുറിച്ച് എവിടെയും മെൻഷൻ ചെയ്യുന്നത് കാണാൻ കഴിയില്ല. ഇനി ആരെങ്കിലും അങ്ങനെ പരാതിപ്പെട്ടാൽ തന്നെ ആ സ്ത്രീ തന്നെ 4 ആളെയും കൂട്ടിയിട്ട് വരണം, എന്നെ ഇയാൾ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയാണ് അവിടെ ശിക്ഷ ഏൽക്കേണ്ടി വരിക. ഇതും കൂടി വരുമ്പോൾ ഏത് റേപ്പ് വിക്ടിമാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ അത് അവിടെ പരാതിപ്പെടുക? അതും നടക്കില്ല. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ റേപ്പ് എന്ന് പറയുന്ന സംഗതി അവിടെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാതെ ഇരിക്കുന്നത്, അതിൻ്റെ കണക്കുകളില്ലാതിരിക്കുന്നത്. ഈ ഇല്ലാത്ത കണക്ക് വെച്ചിട്ടാണ് ഇവർ പറയുന്നത് റേപ്പ് അറേബ്യൻ രാജ്യങ്ങളിൽ ഇല്ല എന്ന്. പോട്ടെ, ഇത് നമ്മൾ പറഞ്ഞു മടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞു വന്നത് ഇതാണ്: മദ്രസകൾ പൊളിഞ്ഞു, കുട്ടികളുടെ എണ്ണം വലിയ തോതിൽ കൊഴിയുന്നു. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, കാലങ്ങളായിട്ട് തുടങ്ങിയതാണ്. അതിനു വേണ്ടിയിട്ട് കുട്ടികളെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി ഉസ്താദുമാർ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്കൊടുവിൽ അവസാനം അവർക്ക് ഒടുവിൽ സമ്മതിച്ചു എന്ന് പറയുന്ന പോലെ അവർ പറയുകയാണ്, ഇല്ല, കുട്ടികൾ കൊഴിഞ്ഞു, 5ാം ക്ലാസ് വരെ ആളുകളെ കിട്ടുന്നുള്ളൂ, മാതാപിതാക്കൾ അയക്കുന്നില്ല. അതിൻ്റെ കാരണം മാതാപിതാക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസവും അവരുടെ സ്വയം പര്യാപ്തത നേടുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലാണ് അവർക്ക് കൂടുതൽ ശ്രദ്ധ. അത് വലിയ എന്തോ ദോഷമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ അപകടമാണ്, പോകരുത് എന്നൊക്കെ പറയുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ മദ്രസകളിലൂടെ കിട്ടുന്ന ധാർമ്മികത എന്ന് പറയുന്നത് നാട്ടിൽ പുല്ലുവിലയില്ലാത്ത സാധനം എന്ന് മാത്രമല്ല, ആ ധാർമ്മികത പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജനാധിപത്യ വിരുദ്ധനാകാം, നല്ലൊരു സെക്യുലർ വിരുദ്ധനാകാം, ഒരു കോ എക്സിസ്റ്റൻസിന് വിരുദ്ധനാകാം, മിശ്ര വിവാഹങ്ങൾക്ക് വിരുദ്ധനാകാം, മറ്റുള്ള ആളുകൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്നവനാകാം, സ്വന്തം കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പോലും അവിടെ മതം ചകഞ്ഞു നോക്കിയിട്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടുകാരെ എടുത്ത് വെക്കുന്ന തരത്തിലുള്ള ഒരു ഒന്നിനും കൊള്ളാത്ത പൗരനായിട്ട് മാറാം നിങ്ങൾക്ക് മദ്രസയിൽ പഠിച്ചാൽ എന്നതാണ് ഇവിടെ പോക്കോട്ടൂർ പറഞ്ഞു വെക്കുന്ന ഇസ്ലാമിക ധാർമ്മികത എന്ന് പറയുന്നത്. ആ ധാർമ്മികതയുടെ സ്ഥാനം കാലത്തിൻ്റെ ചവറ്റുകുട്ടയിലാണെന്ന് നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ വാർത്ത ഇവിടെ ഒന്ന് നമ്മൾ ഷെൽവ് ചെയ്യുന്നു.